പെന്തക്കോസ് സഭകളിൽ ഈ ചെറുപ്പക്കാർ ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ജോലിയായി കഴിയുന്നുണ്ടെങ്കിൽ അവരുടേതായ താല്പര്യമനുസരിച്ചുള്ള മറ്റ് മലയാളി ചർച്ചുകളിൽ നിന്ന് മാറി അവർക്കിഷ്ടമുള്ള മറ്റ് ഇംഗ്ലീഷ് ചർച്ചുകളിലാണ് അവർ പോകുന്നത്. കുറേ പേര്, എങ്ങും പോകാത്തവരാണ് കുറേ പേര്. അതുപോലെ തന്നെ ഈ പേരൻസിൻ്റെയും അതുപോലെ തന്നെ അവരെ അറിയുന്ന അവരുടെ റിലേറ്റീവ്സിൻ്റെയും ഒക്കെ അടുക്കളിൽ നിന്ന് ഇച്ചിരി ദൂരെ മാറി താമസിക്കണമെന്ന് ചിന്താഗതി ഉള്ളവരാണ് ഒരു നല്ല പങ്ക് ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മലയാളി പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ എല്ലാ ചർച്ചിലും അല്ല, എന്നാൽ ഒരു നല്ല പങ്ക് ചർച്ചുകളിലും ഈ ചെറുപ്പക്കാർ ഇല്ലാതെ പോകുന്നു. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് റെവറൻഡ് ജോർജ് മാത്യുവിനോടൊപ്പമാണ്. ജോർജ് മാത്യുവിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ തോന്നിയാമല സ്വദേശിയാണ്. കഴിഞ്ഞ 36 വർഷമായി അമേരിക്കയിൽ ഫിലദൽഫിയയിൽ താമസിച്ചുകൊണ്ട് ദൈവം തന്നെ വരമേൽപ്പിച്ച ശുശ്രൂഷകളിൽ പങ്കാളിയാകുകയും വളരെ പ്രശസ്തമായ നിലയിൽ ഒരു അക്കൗണ്ടിങ് ഓഫീസും അദ്ദേഹം റൺ ചെയ്യുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയേണ്ടത് അമേരിക്കയിലെ മലയാളി പെന്തക്കോസ്തുകാരുടെ നാഷണൽ സമ്മേളനം PCNAC, ഒരു വർഷം അദ്ദേഹം ഈ PCNACൻ്റെ കൺവീനറായിരുന്നു, നാഷണൽ ചെയർമാനായിരുന്നു. ആ വർഷമാണ് അമേരിക്കയിൽ നടന്നിട്ടുള്ള PCNAC കോൺഫറൻസുകളിൽ, മറ്റേ അർത്ഥത്തിൽ പറഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയൊരു സമ്മേളനം, ഏകദേശം 12,000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു കോൺഫറൻസ് നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷവും അതിനു മുൻപോ അത്രയും വിപുലമായ ഒരു സമ്മേളനം നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ചില വർഷങ്ങൾ അദ്ദേഹം കുവൈറ്റിലായിരുന്നു. ജീവിതാനുഭവങ്ങൾ, ശുശ്രൂഷാനുഭവങ്ങൾ, ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒക്കെ നമുക്ക് കേൾക്കാം. സ്വാഗതം ചെയ്യാം പാസ്റ്റർ ജോർജ് മാത്യുവിനെ. യെസ്, താങ്ക് യു. അച്ഛാ, പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞതുപോലെ തോന്നിയാമലയാണ് സ്വദേശം. തോന്നിയാമല എന്ന് പറയുന്നത് സത്യത്തിൽ പെന്തക്കോസ്തിൻ്റെ വലിയൊരു ഉണർവ് നടന്ന ഒരു ദേശമെന്ന് വേണേൽ പറയാം. ധാരാളം പാസ്റ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് തോന്നിയാമല. അവിടെയുള്ള AG ചർച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചർച്ചാണ്. ആ ചർച്ചിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു 50ഓളം 68 പേര് സുവിശേഷ വേലയാണ്. അതൊരു വലിയ കാര്യമാണ്. ഓക്കെ, എന്തായിരുന്നു അച്ഛൻ്റെ പശ്ചാത്തലം? എങ്ങനെയാണ് ഈ വിശ്വാസാനുഭവത്തിലേക്കൊക്കെ വന്നത്? എൻ്റെ ബാല്യകാലത്ത് ഞാൻ ചെറുപ്രായത്തിൽ ഞങ്ങൾ മാർത്തോമ സമുദായത്തിൽ ഉൾപ്പെട്ട ഒരു വിശ്വാസത്തിലായിരുന്നു. എനിക്ക് 8 വയസ്സ് പ്രായമുള്ള സമയത്താണ് എൻ്റെ പേരൻസ് ഇവാഞ്ചലിക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ മാറി. അതൊരു 2 വർഷക്കാലം മാത്രമേ ആ വിശ്വാസത്തിൽ തുടർന്നുള്ളൂ. സത്യത്തിൽ അത് മാർത്തോമ സഭയിലെ ഒരു നവീകരണ ശ്രമമായിരുന്നു ഇവാഞ്ചലിക്കൽ ചർച്ചായിട്ട് രൂപാന്തരപ്പെട്ടത്. ആ സമയത്ത് അതിന് കാരണം എൻ്റെ ഫാദർ മാർത്തോമ ചർച്ചിലെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ആ സമയത്ത് സൺഡേ സ്കൂൾ പാഠപദ്ധതിയിൽ നമ്മുടെ തിരുവചനത്തിലെ സത്യങ്ങൾക്ക് വിരുദ്ധമായ പല നവീന ഉപദേശങ്ങളും പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാനായിട്ട് വന്നു. എൻ്റെ ഫാദർ അത് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. അന്ന് വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച മാർത്തോമ സഭയുടെ തുടക്കത്തിലെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരനുഭവം ആ സമയത്തുണ്ടായതുകൊണ്ടാണ് ഒരു നവീകരണ പ്രസ്ഥാനത്തിലേക്ക് മാറാനായിട്ട് കാരണമായത്. എൻ്റെ മാതാവ് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട് വളരെ വിശ്വാസത്തിൽ വളരെ ഉയർന്ന മാർത്തോമ സഭയിലെ നിലവാരം അനുസരിച്ച് ഉയർന്ന ഇതായിരുന്നു. എൻ്റെ ഫാദറും രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. കൊമ്പാടി ബൈബിൾ സ്കൂളിൽ പഠിച്ചു. സുവിശേഷ വേലയ്ക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകാൻ സന്നദ്ധനായ ഒരു ആത്മീയ താല്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് എന്നാൽ പെന്തിക്കോസിലോട്ട് അത്രയും ഒരു ഇതിലേക്ക് പോകാനായിട്ട് അന്നത്തെ മാനസികമായ നിലവാരമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവാഞ്ചലിക്കൽ സഭ എന്ന് പറയുന്നത് ഒരു നവീകരണം, മാർത്തോമ പോലെ ഒരു നവീകരണ വിശ്വാസത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്.
ആ 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ഇവാഞ്ചലിക സഭയും പഴയ കുപ്പായവും കുർബാനയും പൗരോഹിത്യത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. അതിനെ ഞങ്ങൾ തോന്നിയാമല സഭയിൽ അവിടെ ഉണ്ടായിരുന്ന 12 വീട്ടുകാരായിരുന്നു. അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞതനുസരിച്ച് ആ 12 പേരും കൂടാണ് പെന്തിക്കോസിലേക്ക് മാറുന്നത്. അങ്ങനെ നിങ്ങൾ AG ചർച്ചിലേക്ക് അത് ഞങ്ങളന്ന് ഏത് പെന്തക്കോസ് സഭയോട് ചേരണമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ KK ചെറിയാൻ, അന്ന് പുനലൂർ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചുമായിട്ട് ബന്ധപ്പെടാനിടയായി. പിന്നീട് അവിടെ IPCയും ഒക്കെ IPC അതിനെല്ലാം മുമ്പേ ഉണ്ടായിരുന്നു. ഒരു ചെറിയ സഭയായിരുന്നു, 5 വീട്ടുകാരെ ഉള്ളായിരുന്നു ആ സമയത്ത്. എന്നാൽ KK ചെറിയാച്ചനാണ് അതിന് മെയിനായിട്ടും അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ട് ബന്ധപ്പെടാനുള്ളതിൻ്റെ കാരണം. ആ KK ചെറിയാൻ ഇപ്പോൾ IPCയിലാണ്. അതെ. ഓക്കെ. എനിവേ, അച്ഛൻ കുവൈറ്റിലുണ്ടായിരുന്നു 14 വർഷങ്ങൾ അല്ലേ? 14 വർഷം കുവൈറ്റിലുണ്ടായിരുന്നു. കുവൈറ്റിൽ നിന്ന് അമേരിക്ക സന്ദർശിച്ചു, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വന്നു. അമേരിക്കയിലേക്ക് ഒരു സന്ദർശനത്തിന് വന്ന അല്ലേ? അതോ ഞങ്ങളെ ഒരു സന്ദർശനത്തിനായിട്ടാണ് കുവൈറ്റിൽ നിന്ന് വന്നത്. അങ്ങനെ സന്ദർശനത്തിന് വന്നേച്ച് മടങ്ങിപ്പോവും. വിമാനത്തിലിരിക്കുമ്പോഴാണ് കുവൈറ്റ് ഇൻവേഷൻ നടക്കുന്നത്. ആ സംഭവം ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ടൂർ പ്ലാനിങ്ങിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇനി ഞങ്ങളുടെ എക്സ്പേർട്സിനെ ഏൽപ്പിക്കും. അമേരിക്കയിലെ ലീഡിംഗ് ടൂർ ഓപ്പറേറ്ററായ ഷൈലോ ട്രാവലിനോടൊപ്പം വേൾഡ് എക്സ്പ്ലോർ ചെയ്യും. ഞങ്ങൾ ഒരുക്കുന്നത് കസ്റ്റമൈസ്ഡ് ഹോളിഡേ പാക്കേജസും എക്സൈറ്റിംഗ് ഗ്രൂപ്പ് ടൂർസും ലക്ഷറീസ് ക്രൂസ് ട്രാവൽ, സീംലെസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്, കംപ്ലീറ്റ് വിസ അസിസ്റ്റൻസും. കൂടാതെ നിങ്ങളുടെ യാത്ര കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ എക്സ്പീരിയൻസ്ഡ് ടൂർ മാനേജറും ആൻഡ് ഗൈഡിന്റെ സപ്പോർട്ടും. 24/7 നമ്മുടെ കസ്റ്റമർ സർവീസ് എക്സ്പേർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെഡി ടു എക്സ്പ്ലോർ വേൾഡ് വിത്ത് ഷൈലോ ട്രാവൽ. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ഷൈലോ ട്രാവലിന്റെ വെബ്സൈറ്റിലെ ഹോളിഡേസ് പാക്കേജസ് വിസിറ്റ് ചെയ്യൂ. ഇന്ന് തന്നെ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ബുക്ക് ചെയ്യൂ. ഞങ്ങൾ ഒരു മാസത്തെ അവധിക്കാണ്, പക്ഷേ ഇമിഗ്രൻ്റ് വിസ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിലോ ഞങ്ങൾക്ക് നേരത്തെ ഫയൽ ചെയ്തിരുന്നു. 87 ഞങ്ങൾക്ക് അമേരിക്കയിൽ വരാമായിരുന്നു. എന്നാൽ എനിക്ക് നല്ലൊരു ജോലിയും സഭയുടെ ചുമതലയൊക്കെ കുവൈറ്റിലുണ്ടായിരുന്നതുകൊണ്ട് അത് വിട്ടിട്ട് പോരാൻ എനിക്ക് മാനസികമായിട്ട് താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ 90-ൽ ഞാൻ വിസിറ്റ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത് കുടുംബമായിട്ട്. അപ്പം കോൺസുലർ പറഞ്ഞു ഞങ്ങൾക്ക് ഓൾറെഡി 3 വർഷമായിട്ട് ഇമിഗ്രേഷൻ വിസ അത് പിന്നെ അപ്രൂവ് ആയിട്ടിരിക്കുകയാണ്, ഒന്നുകിൽ അത് എടുക്കണം, അല്ലെങ്കിൽ എന്നാൽ അത് ക്യാൻസൽ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് വിസിറ്റ് വിസ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഇമിഗ്രൻ്റ് വിസ തന്നെ ഞാൻ എടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇമിഗ്രേഷൻ വിസ ഞങ്ങൾക്ക് തന്നു. അങ്ങനെയാണ് ഞങ്ങൾ 1990 ജൂൺ 29-ാം തീയതി കുവൈറ്റിൽ നിന്നും ഞങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നത്. വന്നിട്ട് ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോയി. ഓഗസ്റ്റ് 1-ാം തീയതി രാത്രി ചില മണിക്കൂറുകൾ ഞങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോഴാണ് കുവൈറ്റിലെ ഇൻവേഷൻ നടക്കുന്നത്. ഞങ്ങൾ ജോർദാൻ ചെന്ന് ജോർദാൻ എയർലൈൻസിനായിരുന്നു. ജോർദാനിൽ ചെന്നിട്ട് അവിടുന്ന് 1 hour and 50 minutes ആണ് കുവൈറ്റിനുള്ളത്. ഞങ്ങൾ ജോർദാനിൽ ചെന്നിറങ്ങുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് കുവൈറ്റിലേക്ക് പോകാനൊക്കത്തില്ല, സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചു, അതുകൊണ്ട് ഫ്ലൈറ്റെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, എയർപോർട്ട് ഡാമേജായി എന്നുള്ള വാർത്ത അറിയുന്നത്. ഞങ്ങൾ അവിടെ 2 ആഴ്ച അവിടെ താമസിച്ചു, ജോർദാനിൽ താമസിച്ചു. പക്ഷേ അവർ ഞങ്ങൾക്ക് 2 ദിവസം അക്കോമഡേഷൻ തന്നു. ബാക്കി പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പേ ചെയ്ത് താമസിച്ചു. അത് കഴിഞ്ഞ് ഉടനെ അത് കുവൈറ്റിലെ പ്രോബ്ലം സോൾവ് ആകത്തില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിൽ ചെന്ന് 6 ആഴ്ച നാട്ടിൽ താമസിച്ചു. അപ്പോഴത്തേക്ക് കുവൈറ്റിൽ നിന്നും ധാരാളം അഭയാർത്ഥികളായിട്ട് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോഴേ ഉടനെ അവിടുത്തെ സിറ്റുവേഷൻ ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അമേരിക്ക ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ വിസ ഉണ്ടായിരുന്നതുകൊണ്ട് തിരിച്ചിവിടെ വന്നു. തൽക്കാലത്തേക്ക് കുവൈറ്റിലെ പ്രശ്നം തീർന്ന ഉടനെ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് അത് അവിടുത്തെ യുദ്ധമൊക്കെ ദീർഘമായിട്ട് നീണ്ടുപോയി.
എനിക്ക് അവിടുന്ന് കുവൈറ്റിൽ നിന്ന് വിസ വന്നു. ഇവിടെ ഉടനെ ചെല്ലണമെന്നും പറഞ്ഞ് എനിക്ക് അവിടെ എൻ്റെ കമ്പനിയുടെ ഓണർ എന്നെ വിളിച്ച് വിസ പിറ്റേ ദിവസം ഇവിടെ കിട്ടത്തേക്കാണ് DHL വഴി ഇവിടെ അയച്ചു തന്നു. ആ വിസ ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ അതിനു മുമ്പേ ഞങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ ജോലി കിട്ടി, മക്കൾ 3 പേർക്കും സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയില്ല. കുവൈറ്റിലെ അന്നേരത്തെ സ്ഥിതിയും വളരെ മോശമായിരുന്നു. ഓയിൽ വെൽസ് എല്ലാം ബേൺ ചെയ്യുകയും ഞങ്ങളുടെ വീടെല്ലാം കംപ്ലീറ്റ് കുത്തി തുറന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി പിന്നെ ആദ്യം മുതൽ അവിടെ ജീവിതം ആരംഭിക്കണം. അതുപോലെ എൻ്റെ വൈഫിന് അവിടുത്തെ ആ സ്മോക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനേക്കാളെല്ലാം ഉപരി വാര്യാവര യോനാച്ചാൻ അതുപോലെ പല ദൈവദാസന്മാർ പറഞ്ഞു. വാര്യാവര യോനാച്ചാൻ പറഞ്ഞത് ഞാൻ നിന്നെ ഉഷ്ണദേശത്തു നിന്ന് പറിച്ച് ശൈത്യദേശത്ത് നടും. അങ്ങനെ ഉള്ള പല ദൈവിക ആലോചന പല ദൈവദാസന്മാരും കൂടെ കേട്ടു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതൊരു ദൈവിക നടത്തിപ്പായി കരുതി ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നതിന് 2 വർഷത്തിന് മുമ്പേ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഞാൻ അമേരിക്കയിൽ ഒരു ചർച്ചിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച ദൈവം എനിക്ക് കാണിച്ചു. അങ്ങനെ ആ കാഴ്ചപ്പാടനുസരിച്ച് ഞങ്ങൾ ഇവിടെ പോയ ഫിലഡൽഫിയയിൽ സർവീസിന് പോയ ആ ദൈവം എന്നെ 2 വർഷത്തിന് മുമ്പ് കാണിച്ച അതേ സ്ഥലത്ത് പോയി ദൈവത്തെ ആരാധിക്കാൻ എനിക്കിടയായി. അപ്പം ദൈവത്തിൻ്റെ ഒരു മുന്നമേ ഉള്ള ഒരു പ്ലാൻ അനുസരിച്ചാണ് ഞങ്ങളവിടെ വന്നതെന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമായി. അതുകൊണ്ടാണ് ഞങ്ങൾ കുവൈറ്റിലേക്ക് തിരിച്ചു പോകാഞ്ഞത്. കുവൈറ്റിലെ ചർച്ച് ഞങ്ങളെ വളരെ നിർബന്ധിച്ച് തിരിച്ച് 1 വർഷമെങ്കിലും അവിടെ പോയി ഒരാളിനെ ചുമതലപ്പെടുത്തിയിട്ട് അതെല്ലാം ക്രമീകരിച്ച് ചെല്ലണമെന്ന് എന്നോട് വളരെ താല്പര്യപൂർവ്വം പറഞ്ഞു. പക്ഷേ ഞാൻ അതിനുള്ള സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നീട് എപ്പോഴെങ്കിലും കുവൈറ്റിൽ പോയോ? പിന്നെ ധാരാളം പ്രാവശ്യം പോകും. എല്ലാവരും 2 വർഷത്തിലൊരിക്കൽ ഞങ്ങൾ പോകുമായിരുന്നു. കുവൈറ്റിൽ പോകും. നാട്ടിൽ പോകുന്ന സമയത്ത് കുവൈറ്റ് വിസ എടുത്തും അതിനുശേഷം അമേരിക്കൻ പൗരത്വം എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വിസ വേണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രാവശ്യവും കുവൈറ്റിൽ പോയിരുന്നു. അതൊരു പ്രത്യേക ഓർമ്മയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു 12 ദിവസത്തെ ഒക്കെ കുവൈറ്റിൽ മാത്രം പോയി അവിടെ പോയി താമസിച്ച് ഹോട്ടലിലെ റൂം എടുത്ത് താമസിച്ച് അവിടെ കുവൈറ്റിലെ പഴയ സ്ഥലങ്ങളും പള്ളിയും ഒരു നൊസ്റ്റാൾജിക്. അതെ ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പോയെങ്കിലും അവരുടെ ഹൃദയം മിസ്രൈമിലാന്ന് പറഞ്ഞ പോലെ കുവൈറ്റിൽ നിന്ന് പോകുന്നെങ്കിലും എൻ്റെ ഹൃദയം അവിടെ ഉണ്ട്. ഓക്കെ. എനിവേ, അപ്പം ഈ കുവൈറ്റിൽ ജോലിക്ക് ചെന്നിട്ട് അവിടെ ആ സമയത്താണ് ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് അല്ലേ? അതെങ്ങനെയായിരുന്നു? ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ചർച്ചിൽ അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ തുടർന്നു. നാട്ടിലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ C. കുഞ്ഞുമൻ അദ്ദേഹം എനിക്ക് ആക്ച്വലി ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു സ്ഥലം ചിറ്റാറിലെ ചർച്ചിൽ സഭയുടെ ശുശ്രൂഷ പോയി എടുക്കണം, വീക്കെൻഡിൽ പോയാൽ മതി എന്നും പറഞ്ഞ് എനിക്ക് ലെറ്റർ അയച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ആ ദിവസങ്ങളാണ് എനിക്ക് കുവൈറ്റിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് അതെടുത്തില്ല. എന്നാൽ ഞാൻ അവിടെ ചെന്ന് കുഞ്ഞുമൻ സാറെ പ്രാർത്ഥിച്ച് എന്നെ യാത്ര അയക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞ് ഞാൻ കുവൈറ്റിൽ ലെറ്റർ എഴുതാം, അവിടുത്തെ പാസ്റ്ററൊക്കെ ഞാൻ ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ കുവൈറ്റിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ ലെറ്റർ അവിടെ കിട്ടി. ഞാൻ ചെല്ലുന്നെന്നുള്ളത് അവരിങ്ങനെ അന്വേഷിച്ച് എന്നെ കണ്ടെത്തി. ഞാൻ പിന്നെ അടുത്ത ആഴ്ച തന്നെ അവർ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് മീറ്റിങ്ങിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ തുടർന്നു. അതിനുശേഷം ആ ചർച്ച് ചില കാരണങ്ങളാൽ 2 കൂടിവരവായിട്ട് മാറി. അതിലൊരു കൂടിവരവിൽ 1980 ഞാൻ അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ ഒരു പ്രായമുള്ള ഒരു അച്ചായനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ പോലെ ഞങ്ങൾ 80 മുതൽ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു വന്നു. 84 ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അതുപോലെ വാര്യാവര യോനാച്ചാൻ്റെ അടുത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും പോയി പ്രാർത്ഥിക്കും. അദ്ദേഹം അന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ നിനക്ക് പുതിയ ശുശ്രൂഷ ദൗത്യങ്ങൾ തരും, അതിൽ സംശയിച്ച് പോകരുത്.
അതിൽ എന്ത് ചെയ്യണമെന്ന് നീ പതറിപ്പോകരുത്, ഞാൻ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്, അതുകൊണ്ട് വളരെ ധൈര്യത്തോടെ അത് എടുത്തുകൊള്ളുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അങ്ങനൊരു വാഗ്ദത്തം എനിക്ക് ലഭിച്ചു. അതനുസരിച്ച് ഞാൻ കുവൈറ്റിൽ ചെല്ലുമ്പോൾ അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനവിടെ കുവൈറ്റിൽ ചെന്ന ആദ്യ ഒരു സാറ്റർഡേയിലാണ് ഞാൻ അവിടെ തേഴ്സ്ഡേയിലാണ് ഞാൻ ചെല്ലുന്നത്. അന്ന് വൈകിട്ട് അവിടുത്തെ സഭായം, ഞങ്ങളുടെ തേഴ്സ്ഡേയിലാണ് സഭായം നടക്കുന്നത്. അന്ന് വൈകിട്ട് അന്ന് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പ്രിയ അച്ചായൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു, ഞാൻ നാട്ടിൽ പോവുക, അതുകൊണ്ട് ഇന്നൊരു ആളിനെ എനിക്ക് പകരം ഒരാളിനെ ശുശ്രൂഷിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് പുള്ളി അന്നേരം തന്നെ ഈ പേപ്പറും എല്ലാം എല്ലാവർക്കും കൊടുത്ത് വോട്ട് ചെയ്യിച്ച് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഐ വാസ് സർപ്രൈസ്. ഞാനന്ന് അവിടെ ചെന്നതേ ഉള്ളൂ. അപ്പം ആക്ച്വലി ഞാനത് ചർച്ചിൻ്റെ സെക്രട്ടറിയോടായിരുന്നു ആ സമയത്ത്. അന്ന് അദ്ദേഹം തന്നെ എല്ലാം ഹോട്ടലിൽ എല്ലാവരെയും കൊണ്ട് ഒരു 10-60 പേര് അന്ന് ഉണ്ടായിരുന്നു. അതിൽ 1-2 വോട്ടൊഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ആൾക്കാർ ചെയ്തു. ഒരിക്കൽ പോലും എനിക്കങ്ങനെ ധാരണയില്ലായിരുന്നു, ആർക്കും അറിയത്തുമില്ലായിരുന്നു, ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ചർച്ചിൻ്റെ ശുശ്രൂഷ 1984 ഫെബ്രുവരിയിൽ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പം ഞാൻ യുവനാച്ചായൻ അതുപോലെ തന്നെ മറ്റു പലരിൽ നിന്ന് ഞാൻ കേട്ടു, ദൈവത്തിൻ്റെ ആലോചന എനിക്കുണ്ടായിരുന്നു. പുതിയ ചെന്ന ഉടനെ പുതിയ ശുശ്രൂഷ ഏൽപ്പിക്കും, അതിൽ സംശയിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിരുന്നുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് എടുത്തു. അത് കഴിഞ്ഞ് 90 ഞങ്ങൾ ജൂണിൽ പോരുന്നിടം വരെയുള്ള എല്ലാ ഫുൾ ടൈം അവിടുത്തെ സഭയുടെ ശുശ്രൂഷയായിരുന്നു. ഞാൻ സഭയുടെ ശുശ്രൂഷ എടുക്കുമ്പോൾ ഒരു കുട്ടികളും എല്ലാം കൂടെ ചേർന്ന് ഒരു 55-60 പേരെ ഉള്ളൂ. ആ ചർച്ച് ഒരു 140 പേരുള്ള ഒരു ചർച്ചായിട്ട് ഈ 7 വർഷം കൊണ്ട് അതായി. ഒരുപാട് പേര് സ്നാനപ്പെടുത്താനിടയായി. ഒരുപാട് പേര് മറ്റേ അംഗങ്ങളെ സ്നാനപ്പെട്ടില്ലെങ്കിലും ആരാധനയിൽ വരത്തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഇരിക്കുന്നത് കൂടിയാണ് ഞാൻ അമേരിക്ക വരാൻ താല്പര്യപ്പെടായിരുന്നത്. കാരണം ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ ദൈവം ഒരു നിയോഗം തരാതെ അതിൽ നിന്ന് വിടുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. ഈ 14 വർഷത്തെ ആ കുവൈറ്റിലെ ജീവിതം, ലാസ്റ്റ് 5-6 വർഷം ശുശ്രൂഷകനായിരുന്നത്, ഈ കാലഘട്ടത്തിനിടയിൽ ഒരു ദൈവികമായ ഇടപെടൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതലൊക്കെ അനുഭവിച്ച ഏതെങ്കിലും പ്രത്യേക ഇൻസിഡൻസ് പറയാനുണ്ടോ? ഞാൻ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ഒരു ബേർഡൻ എൻ്റെ മനസ്സിലുണ്ടായി. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നിടവിട്ട ആഴ്ചകളിലേ ഉള്ളൂ അവിടെ കുവൈറ്റിലെ ചർച്ചിൽ ആരാധനയ്ക്കുള്ള സൗകര്യമുള്ളൂ. മറ്റ് ദിവസങ്ങളിൽ ഒരു സഹോദരൻ്റെ വീട്ടിലാണ് യോഗം നടക്കുന്നത്. അപ്പോൾ അവിടെ ഈ ആരാധനയ്ക്ക് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ കിട്ടത്തക്ക ഒരു സൗകര്യം ശ്രമിക്കണമെന്നൊരു വലിയ ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ വീടുകളിലെ ആരാധന അന്ന് ഗവൺമെൻറ് നിയമം അനുസരിച്ച് പാടില്ലാത്തതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അങ്ങനെ ഒരു വലിയ ചിന്ത എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ അങ്ങനെ അതിനു മുമ്പ് 2 പ്രാവശ്യം ഞങ്ങൾ ചർച്ചിൽ അവിടെ ജനറൽ കൗൺസിലിന് എഴുത്ത് കൊടുത്തു, ഞങ്ങൾക്ക് സ്ഥലം വേണമെന്നൊക്കെ. ആ 2 പ്രാവശ്യം അവർ സ്ഥലമില്ലെന്നും പറഞ്ഞ് അവർ റിജക്റ്റ് ചെയ്തു. എന്നാൽ ഇത് പിന്നെ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ അവിടുത്തെ അറബി അച്ഛൻ ഹെയ്നി ഹെനായൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹമായിട്ട് പരിചയപ്പെടാനിടയായി. അത് കഴിഞ്ഞ് പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലവും അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ടൊരു 1/4 മൈൽ, ഒരു 1/2 മൈൽ താഴെയുള്ളൂ, ഒരു 3 ഫർലോങ് ദൂരമേ ഉള്ളൂ. ഞാൻ ഉച്ച സമയത്തും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകും, സംസാരിക്കും. പല വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഇന്ത്യയിലെ ചർച്ചസിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് അദ്ദേഹമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അദ്ദേഹം എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഞാനതുവഴി പോകുന്നുണ്ട്, എന്നോട് ചോദിച്ചു, നിങ്ങൾ പാസ്റ്റർ ഒരു ലെറ്റർ എനിക്ക് തന്നായിരുന്നു ഇവിടെ സ്ഥലം വേണമെന്നും പറഞ്ഞു, ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ പുള്ളിക്ക് ആ സമയത്ത് വേറൊരു
കത്തനേര രായിച്ച എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അദ്ദേഹമാണ് ലെറ്റർ കൊടുത്തത്. പുള്ളി എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താണ് എന്നോട് ചോദിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ നേരത്തെ കൊടുത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, കം ടു മൈ ഓഫീസ് ടുമോറോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് വളരെ പ്രതീക്ഷയോടെ ചെന്ന് അന്നേരം ആ പുള്ളി ഇതെല്ലാം ചോദിച്ചിട്ട് നിങ്ങളാണോ ഈ പേര്? ഞാൻ പറഞ്ഞ അല്ല, അത് ഞാനല്ല, പക്ഷെ ഞങ്ങൾ പല പ്രാവശ്യം കൊടുത്ത് റിജക്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഓക്കെ, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഈ വിഷയത്തിൽ വളരെ പ്രാർത്ഥനയോടിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം അവിടെ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു, ഒരു ചെറിയ റൂം, അവിടെയുള്ള ഈ അലമാരിയും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ഒരു റൂമാണ്. ഞാൻ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു, പല ചർച്ചകളൊന്നും ആരാധിക്കുന്ന ചെറിയ റൂം ഇടയ്ക്കിടയ്ക്ക് ആക്ടിവിറ്റി ബിൽഡിങ്, അതിലൊരു റൂം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അത് ആരും ഉപയോഗിക്കുന്നില്ല, അതെല്ലാം എല്ലാവരുടെയും സ്റ്റോറേജ് റൂം പോലെ, ഞാൻ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാനത് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛന് നോന്ന് എന്നോട് പറയാൻ വയ്യാത്ത ഒരു അത്ര ഒരു ബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അദ്ദേഹമായിട്ടുണ്ടായി. അപ്പം പുള്ളി പറഞ്ഞു ഇതെല്ലാം ഇവിടെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു അതെല്ലാം ഞാൻ ചെയ്തോളാം. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങൾ പെന്തിക്കോസ് അല്ലേ, നിങ്ങൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കും, അപ്പോൾ അടുത്ത അപ്പുറവും ഇപ്പുറവും ആ സെയിം ടൈമിൽ ഞങ്ങൾക്ക് ആരാധനയുണ്ട്, അപ്പോൾ അവർക്ക് നിങ്ങൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനത് ഡോർ ക്ലോസറൊക്കെ വെച്ച് ഞങ്ങൾ വലിയ ആരാധന പാട്ടൊന്നും പാടാതെ ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ, ശബ്ദം ഉണ്ടാക്കത്തില്ലെന്ന്, അല്ല ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാതെ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് അദ്ദേഹം എനിക്ക് ആ സ്ഥലം ഓക്കെ എന്ന് പറഞ്ഞു, അനുവദിച്ചു തന്നു. എന്നിട്ട് അതിൻ്റെ ആ ആഴ്ചയിൽ ഞങ്ങൾക്ക് മറ്റേ പള്ളിയിലുള്ള റെഗുലറായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്ന ദിവസമായിരുന്നു. ഞാൻ അന്ന് അനൗൺസ് ചെയ്തു അടുത്ത ആഴ്ചയിൽ അബ്ബാസിയയിലെ വീട്ടിൽ വെച്ചല്ല നമ്മുടെ സഭാഗം, ഇതിൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ വെച്ചായിരിക്കും ആരാധന എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, ഇത് എവിടെ റൂം എവിടെ എന്നൊക്കെ. ഞാൻ അതിനുശേഷം എല്ലാവരെയും കൊണ്ട് കാണിച്ചു ഈ റൂമാണ്. അപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വർഷങ്ങളായിട്ട് അത് ഉണ്ടാക്കി ആ ബിൽഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും അത് ക്ലീൻ ചെയ്യാൻ കിടന്ന റൂമാണ്. അതെല്ലാം എടുത്ത് മാറ്റി ഒരു 10-40-35 അലമാരികളുണ്ടായിരുന്നു അതിനകത്ത്. അതെല്ലാം എടുത്ത് ഓരോരുത്തരത്തെല്ലാം റീലൊക്കേറ്റ് ചെയ്ത് അതെല്ലാം ഒരു 10-100 പേർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യം. അതെല്ലാം ചെയ്ത് പിറ്റേ ആഴ്ചയിൽ ഞങ്ങളവിടെ ആദ്യമായിട്ട് അവിടെ ആരാധന ആരംഭിച്ചു. ആക്ച്വലി ആ ദിവസം അതിന് മുൻപുള്ള ആഴ്ചകളിൽ ആ ആഴ്ചയിൽ അബ്ബാസിയയിലുള്ള ഒരു സഹോദരൻ്റെ ഭവനത്തിലാണ് മീറ്റിംഗ് നടക്കേണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാം ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം എനിക്ക് ആൾക്കാരെ തിരിച്ച് റൈഡ് ചെയ്ത് വിടേണ്ട ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കൊണ്ട് വിട്ട് ഞങ്ങൾ രാത്രിയിൽ വീട്ടിൽ ചെന്ന് ഉറങ്ങി. അത് വ്യാഴാഴ്ച വൈകിട്ടാണ് ഞങ്ങളുടെ ആരാധന. വെള്ളിയാഴ്ച രാവിലെ ഒരു 6 മണിയായപ്പം ഈ പതിവനുസരിച്ച് നടക്കേണ്ട ആരാധന നടക്കേണ്ട വീട്ടിൽ ആ സെയിം ഫ്ലോറിലുള്ള ഓപ്പോസിറ്റ് സൈഡിൽ IPC പോകുന്ന ഒരു സഹോദരി മോളി ജോൺ സാറും മോളി, ആ മോളി സഹോദരി എന്നെ വിളിച്ച്. ഞങ്ങൾ തോന്നിയാമലക്കാരാ പുള്ളി, അവരുടെ വീട് നാരങ്ങാനത്താ. ഞങ്ങൾ ഒരുമിച്ച് സൺഡേ സ്കൂൾ തോന്നിയാൽ AG ചർച്ചിൽ സൺഡേ സ്കൂൾ പഠിച്ച കുറച്ച് വർഷങ്ങൾ. അപ്പോൾ അവർ വളരെ പണ്ട് മുതലേ എനിക്കറിയാവുന്ന ആ പുള്ളിക്കാരത്തെ എന്നെ 6 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ബാബു നിങ്ങൾ ഇന്നലെ എവിടെ ആയിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആരാധന ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ഇവിടെ എല്ലായിരുന്നു ആരാധനയ്ക്ക് വരേണ്ടത്. അപ്പം ഇവരുടെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് അവരുടെ മറ്റേ അപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ചർച്ചിലുള്ള സഹോദരൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഇവരുടെ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റ്, 4 അപ്പാർട്ട്മെൻറ്റ് ആ സെയിം ഫ്ലോറിൽ. അപ്പം പുള്ളിക്കാരത്ത് എന്നോട് ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പള്ളിയിൽ ഇന്നലെ ഒരു സൗകര്യം കിട്ടി, അതുകൊണ്ട് ഇനി മുതൽ പള്ളിയിലാണ്. അപ്പം പുള്ളിക്കാരത്തെ ഒരു മിനിറ്റ് പോസ് ചെയ്തിട്ട് എന്നെ പറഞ്ഞു ഏതായാലും അത് നന്നായി. ഞാൻ പറഞ്ഞു എന്താ? അല്ല, ഇന്നലെ ഇവിടെ പോലീസ് ചങ്ങലയുമായിട്ട് കൈവലങ്ങുമായിട്ട് ഇവിടെ 3 പോലീസ് കൈവലങ്ങുമായിട്ട് ഇവിടെ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളെ കാണാഞ്ഞ് ഞങ്ങളുടെ ഡോറ് നോക്ക് ചെയ്തിട്ട് ഞങ്ങളോട് ചോദിച്ചു. കുവൈറ്റിയും 3 പോലീസും കൂടെ വന്നിട്ട് കൈവലങ്ങ് എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. അല്ല, കൈവലം എന്ന് പറഞ്ഞാൽ ഇടാനുള്ള അതെല്ലാം കൊണ്ടാണ് അവരവിടെ നിന്നിട്ട് ഞങ്ങളുടെ റൂമിൽ ഡോറിൽ നോക്ക് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അല്ല, ഇന്ന് ഇവിടെ സാധാരണ യോഗം നടക്കേണ്ട ഇന്ന് തേഴ്സ്ഡേയിൽ ഇവിടെ മീറ്റിംഗ് നടക്കേണ്ട ദിവസമല്ല എന്ന് പറഞ്ഞ്
അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പോയെന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ആ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ 4-5 വർഷം അവിടെ ആരാധിച്ച. എന്നിട്ട് ആ ദിവസം ഞങ്ങൾക്ക് പോലീസ് വന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ആ ദിവസം അതിനു മുമ്പേ ദൈവം മുന്നമേ കരുതി. അതൊരു വലിയ അത്ഭുതം. അതുപോലുള്ള ധാരാളം അനുഭവം. വീട്ടിൽ അതുപോലെ ഒത്തിരി പേരെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ നമ്മുടെ ഒരു പാസ്റ്റർ ജോൺ IPCയിലുള്ള ഒരു നല്ല നീളമുള്ള പുള്ളിയുടെ പേര്, പുള്ളിയെ അറസ്റ്റ് ചെയ്ത് അത് പുള്ളി ആക്ച്വലി വേറെ കാര്യത്തിന് വേണ്ടിയാണ്. ഇതുപോലെ പലരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നാട് കടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വീടുകളിലെ പ്രാർത്ഥന നിയമവിരുദ്ധമാണ്. അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ പലതും കുവൈറ്റിലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു മിറക്കിളാണ് ഈ ഇൻവേഷൻ സമയത്ത് ഉണ്ടായൊരു വിടുതൽ. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ, അവരെ പറയല്ല, അല്ലെങ്കിൽ അവർക്ക് നിർഭാഗ്യം കൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനന്ന് കോട്ടയത്ത് താമസിക്കുന്ന സമയമാണ്. ഈ അഭയാർത്ഥികളായിട്ട് ആളുകൾ ട്രെയിനിന് വരികയാണ്, ബോംബെയിൽ നിന്ന് വരികയാണ്. അവരുടെയൊക്കെ ആ വരവൊക്കെ ഞങ്ങൾ ആളുകളെ സ്വീകരിക്കാനായിട്ട് ഞാനിന്ന് കോട്ടയത്ത് ഫിലദൽഫിയ ചർച്ചിലെ മെമ്പറാണ്. അപ്പോൾ സഭയുടെ ചുമതലയിലൊക്കെ അവിടെ ഈ വന്ന ആളുകളെയൊക്കെ അവരുടെ വീടുകളിലെത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവം എന്നെ മുന്നമേ ആ വിഷയത്തിൽ ആലോചന തന്ന് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഞാൻ 85 എൻ്റെ ഹൃദയത്തിൽ വലിയ ചിന്ത വന്നു. എനിക്ക് എൻ്റെ സേവിങ്സ് അക്കൗണ്ട് അമേരിക്കയിൽ ഓപ്പൺ ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു മനസ്സിങ്ങനെ വന്നു. ഞാനതിന് നാട്ടിൽ ബാങ്കുകളുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഒടുവിൽ എനിക്ക് മനസ്സിലായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ന്യൂയോർക്കിലൊരു ബ്രാഞ്ച് ഉണ്ട്. അവിടെ ഞാൻ എഴുതി. അവരെനിക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം അയച്ചു തന്നു. ഞാൻ 85 ന്യൂയോർക്കിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് എൻ്റെ 85 മുതൽ 90 വരെയുള്ള കാലയളവിൽ എനിക്ക് ഉണ്ടായിരുന്ന സേവിങ്സ് മുഴുവൻ അതിലേക്ക് മാറ്റി. എനിക്ക് 232 ദീനാർ മാത്രമേ കുവൈറ്റിലെ കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ബാക്കിയുള്ള എൻ്റെ സേവിങ്സ് എല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ന്യൂയോർക്ക് ബ്രാഞ്ചിൽ അവരെനിക്ക് ചെക്ക് ബുക്കും അയച്ചു തന്ന്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കയിൽ വന്നെങ്കിലും തിരിച്ചു വരാനുള്ള ടിക്കറ്റിനുള്ള പൈസ, ഇവിടെ വന്ന് കാറും വീടും വണ്ടി മറ്റ് വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് ആ അക്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ദൈവം അതിനുവേണ്ടി ആരോടും ഒരു പൈസ പോലും ചോദിക്കാനോ അങ്ങനെ ആവശ്യപ്പെടാനോ ഇല്ലാതെ ദൈവം മുന്നമേ ആ കാര്യവും എനിക്ക് ഒരുക്കി തന്നു. ഓക്കെ, ഈ അച്ഛനെ ശരിക്കും പ്രൊഫഷൻ വൈസ് ഇപ്പോൾ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫേം നടത്തുകയാണ്. കുവൈറ്റിലും അത് തന്നെയായിരുന്നു, ആ ഫീൽഡ് തന്നെയായിരുന്നു. ഓക്കെ, പഠിത്തമൊക്കെ എവിടെയായിരുന്നു? ഞാൻ കേരളത്തിലെ മർത്തോമാസ് ഹൈസ്കൂളിൽ, പത്തനംതിട്ടയാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം 2 വർഷം പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് കൊമേഴ്ഷ്യൽ BCom തരണമെന്നുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ്, ഞാൻ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. അത് ഫസ്റ്റ് ഗ്രൂപ്പുകാർക്ക് കൊമേഴ്സിന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അന്ന് 3 കോളേജുകളിലേ ഉള്ളൂ കൊമേഴ്സ് ഇതുള്ളത്. അപ്പോൾ ആ 3 ഗ്രൂപ്പിലും 4th ഗ്രൂപ്പുകാർക്ക് വേറെ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് കെമിസ്ട്രി ഒന്നും എടുക്കാനൊക്കത്തില്ല. അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചാൻസ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ ഒരു കസിൻ, ജബൽപൂരി പഠിക്കുന്ന ഒരു കസിന് നാട്ടിൽ ആ സമയത്തുണ്ടായിരുന്നു. ഞാൻ സന്ദർഭവശാൽ അവരുടെ വീട്ടിലിങ്ങനെ ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇപ്പോൾ എന്തോ പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൊമേഴ്സ് എടുക്കണമെന്നുണ്ട്, ഇവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ജബൽപൂരി വരുന്ന ഒരു പ്രയാസമില്ലാതെ അവിടെ അഡ്മിഷൻ കിട്ടും, ഞാനും അവിടെ പഠിക്കുന്ന കോളേജ് ഒരു പ്രയാസമില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ച ഞാൻ ജബൽപൂരിന് പോയി. അവിടെയാണ് ഞാൻ BCom ആൻഡ് MCom പഠിച്ചത്. അവിടെ പാസ്റ്റർ VJ തോമസിൻ്റെ കൂടാണ് കുറേ വർഷങ്ങൾ താമസിച്ച് ഒരുമിച്ച് IPC പാഴ്സനേജിൽ മിസ്രിലാൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലാണ്. അതിൻ്റെ ഫ്രണ്ട് റൂമാണ് ആരാധന നടക്കുന്നത്. ഒരു 10, 25, 30 പേരെ അവിടെ ഉള്ളൂ.
ആരാധനയ്ക്ക് അതാണ് ആരാധിക്കുന്ന റൂം. അതിന് തൊട്ടടുത്ത് 2 മുറികളുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹം ബാച്ചിലറായിരുന്നു. അപ്പം ഞാനും ഒരുമിച്ച് അദ്ദേഹത്തോട് ഒരുമിച്ച് കുറേ വർഷങ്ങൾ താമസിച്ചു. അദ്ദേഹം ബാച്ചിലറായിരുന്നുകൊണ്ട് വിസിറ്റിനൊക്കെ പോകുന്നുണ്ട് തന്നെത്താനാണ് പോകുന്നത്. അപ്പം ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോകും. വീടുകളൊക്കെ സന്ദർശിക്കാൻ തന്നെ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ പുള്ളിയുടെ സൈക്കിളിൻ്റെ പുറകിൽ എന്നെ വെച്ച് ചവിട്ടി ഒരുപാട് വീടുകൾ ഞങ്ങളങ്ങനെ സന്ദർശിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ശുശ്രൂഷ മുഖത്ത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലഘട്ടം അല്ലേ? മുഖ്യമായിരുന്നു. ഓക്കെ, ജബൽപൂരിലെ അതൊക്കെ ദൈവം നമ്മുടെ ലൈഫിൽ ഒരുക്കുന്ന ചില പദ്ധതികളാണ്. ഓക്കെ എനിവേ, ഈ ശുശ്രൂഷ രംഗത്തേക്ക് വന്നു. പക്ഷേ അങ്ങനെ ഒരു ബിബ്ലിക്കൽ സ്റ്റഡീസൊന്നും അങ്ങനെ നടത്താൻ സാവകാശം അന്ന് എനിക്ക് ഞാൻ കുവൈറ്റിലെ ശുശ്രൂഷ എടുക്കുന്ന സമയത്ത് അതുവരെ എനിക്കൊരു തിയോളജിക്കൽ സ്റ്റഡീസൊന്നും ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല. എന്നാൽ ഇവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമേ ചെയ്ത ജോലി അന്വേഷിച്ച കൂട്ടത്തിൽ ആദ്യം ചെയ്തത് ഇവിടുത്തെ ഒരു തിയോളജിക്കൽ സെമിനാരി ചേർന്ന് ഞാൻ പഠിച്ചു. അതിനുശേഷം MD നമ്മുടെ കേരളത്തിലെ തിയോളജിക്കൽ സെമിനാരിൽ നിന്നും MD പാസ്സാകാനും ഇടയായി. ഓക്കെ, അമേരിക്കൻ ജീവിതം കഴിഞ്ഞ 36 വർഷത്തെ അമേരിക്കൻ ജീവിതം ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് പിന്നെ ഒറ്റ ഇതിൽ പറഞ്ഞാൽ എന്തോ അച്ഛന് പറയാനുള്ളത്? ഓക്കെ, ഇവിടുത്തെ ജീവിതം, ഞാനിവിടെ അമേരിക്കയിൽ വന്ന് ദൈവം എനിക്ക് അമേരിക്കയിലെ താമസത്തിൽ ദൈവത്തിൻ്റെ ഒരു ആലോചനയുണ്ട്, ദൈവഹിതമാണെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഏത് ചർച്ചിൽ പോകണമെന്നുള്ളതിനെക്കുറിച്ചും ദൈവം എനിക്ക് മുന്നമേ കാണിച്ചത് കൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊരു നല്ല ഉറപ്പുണ്ടായിരുന്നു, കൺഫ്യൂഷനിലായിരുന്നു. ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഫിലഡൽഫിയ ഫുൾ ഗോസ്പൽ അസംബ്ലി എന്നെ ദൈവം കാണിച്ച പാസ്റ്റർ MC എബ്രഹാം പാസ്റ്ററെ എന്നെ ദർശനത്തിൽ കണ്ടു. ഞാൻ അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ല എനിക്ക്. എന്നാൽ അദ്ദേഹത്തിന് പിന്നീടാണ് അദ്ദേഹം ഫിലഡൽഫിയയിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുകയും അദ്ദേഹം ആ ചർച്ചിൽ പോവുകയും ചെയ്തത്. എൻ്റെ ബ്രദർ വേറൊരു ചർച്ചിലായിരുന്നെങ്കിലും ഞാൻ ഈ ചർച്ച് തിരഞ്ഞെടുത്തത് ദൈവം എന്നെ കാണിച്ച ആ ദർശനം അനുസരിച്ചാണ് ഞാൻ ആ ചർച്ചിൽ പോയി. അതിനുശേഷം അവിടെ 6 മാസം കഴിഞ്ഞപ്പം പാസ്റ്റർ അവധിക്ക് പോയപ്പോൾ എന്നെയാണ് ശുശ്രൂഷ ഏൽപ്പിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് 22 വർഷം ഒരുമിച്ച് ശുശ്രൂഷ ജോയിൻ്റായിട്ട് ചെയ്തു. അദ്ദേഹം ഇല്ലാത്ത സമയങ്ങളിലും അദ്ദേഹത്തിന് കുറേ വർഷങ്ങൾ സുഖമില്ലായിരുന്ന സമയങ്ങളിലൊക്കെ സഭയുടെ മുഴുവൻ ചുമതലയും ഞാനാണ് ചെയ്തു വന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സീനിയർ പാസ്റ്റർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരാണ്. പക്ഷേ ബിഹൈൻഡ് ദ സീനിൽ വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വരുന്നതിനെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതും സ്കെഡ്യൂൾ ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ഒരു 8-9 വർഷം ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2003 കോൺഫറൻസിൻ്റെ പീസിനൊക്കെ അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ അതിന് മുമ്പായിട്ട് ഈ MC എബ്രഹാം പാസ്റ്റർ, അദ്ദേഹം അസാധാരണമായ ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ, നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി. അദ്ദേഹം ആദ്യം എന്നെ ഒരു വളരെ സംശയത്തോടുകൂടിയാണ് കണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം അദ്ദേഹത്തിന് തിക്തമായ അനുഭവങ്ങൾ ഒത്തിരി ഭോപ്പാലിൽ നിന്നുള്ള അനുഭവത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് തോന്നിയാമലക്കാരെന്ന് പറയുമ്പം പുള്ളിക്ക് സംശയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം, അതുപോലെ തന്നെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ PD ജോൺസൻ്റെ അനിയൻ അമേരിക്കയിൽ വരുന്നു. അദ്ദേഹം കുവൈറ്റിലെ പാസ്റ്ററാണ്. ഇവിടെ വന്ന് പുതിയ സഭയുണ്ടാക്കുമെന്ന് ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ വലിയ കേൾവിയായിരുന്നു. വന്ന ഉടനെ പുതിയ സഭ ഉണ്ടാക്കാൻ പോവാന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അത് കേട്ട് പുള്ളിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആ ചർച്ചിൽ വന്ന അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമേ കൈകാര്യം ചെയ്യാൻ അറിയത്തുള്ളൂ, മലയാളം പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ മലയാളിയുമാണ്. ആ ചർച്ചയിൽ പലരും മലയാളം മാത്രം അറിയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആകുമോ എന്ന് പുള്ളിക്കൊരു സംശയമുണ്ടായിരുന്നു. അത് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മാറി. അദ്ദേഹത്തിനെ ഒരു മകനെ പോലെയാണ്, ഞാൻ അദ്ദേഹത്തെ ഒരു പിതാവിനെ പോലെയാണ് പിന്നീടുള്ള കാലയളവിൽ നടന്നത്. ഞാനൊരാഴ്ച PC നാക്കിനെങ്ങാനും പോയാൽ എന്നോട് ചോദിക്കുക എന്നാ പോകുന്നത്, എന്നാ തിരിച്ചു വരുന്നത്, താമസിക്കരുത്. അങ്ങനെ ഒരു വലിയ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്വന്തം മകനെ പോലെ പുള്ളി എന്നെ കരുതുകയും
ഞാൻ എൻ്റെ പിതാവിനേക്കാളിൽ കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്നത് ആദരിക്കുകയും അദ്ദേഹത്തെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വളരെ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ലാതെ കഴിഞ്ഞ അദ്ദേഹം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വന്ന 1990 മുതൽ 2012 വരെയുള്ള 22 വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്കിടയായി. അതിനുശേഷം പിന്നെ പുള്ളി ഒടുവിലുള്ള ചില വർഷങ്ങൾ പുള്ളിക്ക് വളരെ രോഗബാധിതനായി ഭവനത്തിൽ കഴിയുകയായിരുന്നു. അതുവരെയുള്ള കാലങ്ങൾ വളരെ സന്തോഷമായിട്ട് കഴിയാനിടയായി. പാസ്റ്റർ ജോർജ് മാത്യു അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു അംഗീകൃത ശുശ്രൂഷകനും അല്ലെ കുവൈറ്റിലെ ഏജിയുടെ പാസ്റ്ററായിരുന്നു. ഇവിടെ വന്നു. ഇതിപ്പം ഒരു സ്വതന്ത്ര സഭയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചായിരുന്നു. സത്യത്തിൽ ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ചർച്ച് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടില്ലേ? ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ആ യുദ്ധത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ആ കുവൈറ്റിലെ ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അന്ന് എൻ്റെ ബ്രദറിലോ പാസ്റ്റർ പി ഡി ജോൺസനാണ് എന്നെ ഞങ്ങളെ കുടുംബമായിട്ട് എയർപോർട്ടിൽ കൊണ്ട് വിടുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിൻ്റെ എന്തോ അതിൻ്റെ പ്രോഗ്രാം എന്ന് എന്നോട് ചോദിച്ചു. അവിടെ അമേരിക്ക വന്നിട്ട് ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം, പിന്നെ ഉള്ള ദൈവം നടത്തുന്നതനുസരിച്ച് ചെയ്യാം എന്നിങ്ങനെ മാത്രം പറഞ്ഞുള്ളൂ. അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണ് അദ്ദേഹം സാമ്പിയ വെച്ച് മരിക്കുന്നത്. അതിനുശേഷം പാസ്റ്റർ ടി ജെ സാമുവലായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാവശ്യം അദ്ദേഹം സൂപ്രണ്ടായി അസിസ്റ്റൻ്റായിരുന്നു അന്നേരം. അത് കഴിഞ്ഞ് അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് സൂപ്രണ്ടായി ആക്ടിങ് സൂപ്രണ്ടായിട്ടാണ് കുറച്ച് മാസങ്ങൾ. ആ സമയത്ത് ഞങ്ങളുടെ ഇവിടെ അമേരിക്ക വന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടെയുള്ള അസംബ്ലീസ് കൂട്ടുകാരെയൊക്കെ പുള്ളി ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു മീറ്റിങ്ങൊക്കെ നടത്തി. ഇവിടെ അസംബ്ലീസ് കൊണ്ട് സഭയില്ല, അതുകൊണ്ടൊരു സഭ പ്രവർത്തനം തുടങ്ങുന്നതിനെക്കുറിച്ച് പുള്ളി താല്പര്യമായിട്ട് എൻക്വയറി ചെയ്തു, ഇത് ചെയ്തു. അപ്പം പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത്, കാരണം ഞാൻ കുവൈറ്റിലെ ചർച്ചിൽ ഞാൻ അവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ബൈബിൾ ക്ലാസ്സും കൺവെൻഷനും ഒക്കെ നടത്തിയിട്ടുണ്ട്. പുള്ളിക്ക് ഞങ്ങൾ വളരെ പേഴ്സണലായിട്ട് അറിയാം. അപ്പം ഞാൻ അതിനൊരു ലീഡർഷിപ്പ് എടുക്കുമെന്ന് പുള്ളിക്ക് ചിന്തയുണ്ടായിരുന്നു. പുള്ളിക്ക് അതിന് താല്പര്യമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്ക് അതിനൊരു താല്പര്യമില്ല, ഞാനിവിടെ വേറൊരു ചർച്ചിലാണ് പോകുന്നത്, അവിടെ തുടരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കാണിച്ച ദർശനമാണ്. ദൈവം എന്നെ കാണിച്ച ദർശനം ആ ചർച്ചാണ്. അത് ദൈവം എന്നോട് വ്യത്യസ്തമായ ഒരു ആലോചന തരുന്നിടം വരെ അവിടെ തന്നെ തുടരാനാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ തുടർന്നത്. അത് ദൈവഹിതമാണെന്ന് വളരെ ഇന്നും എനിക്കതിനെക്കുറിച്ച് 100% ഉറപ്പുണ്ട്. കാരണം ആ ചർച്ചിൽ ഞാൻ ചെല്ലുമ്പം എം സി എബ്രഹാം പാസ്റ്റർ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു സമയത്ത് 16 പാസ്റ്റർമാർ വരെ ഞങ്ങളുടെ ചർച്ചിലുണ്ടായി. ഞാനാണ് എം സി എബ്രഹാം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ആ ചർച്ചിൽ പാസ്റ്ററായിട്ട് ചെല്ലുന്നത് ഞാൻ. എനിക്ക് പുള്ളി 100% എനിക്ക് ഉള്ള സകല സ്വാതന്ത്ര്യവും ശുശ്രൂഷയ്ക്കുള്ള സ്വാതന്ത്ര്യവും തന്നു. ആരാധനയ്ക്ക് ഒരു സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ മാറി മാറി ശുശ്രൂഷിക്കുമായിരുന്നുള്ളൂ. മറ്റുള്ള പാസ്റ്റർമാരൊക്കെ വന്നാൽ ഇട ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് കൊടുക്കത്തുള്ളായിരുന്നു. അങ്ങനെ എല്ലാ നിലയിലും എനിക്ക് ആ ചർച്ചിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എല്ലാ ശുശ്രൂഷയ്ക്കും ഞാൻ പാട്ട് കഴിഞ്ഞ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതും ഒടുവിൽ കൺക്ലൂഡ് ചെയ്യുന്നതും എല്ലാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കവിടെ ഒരു ശുശ്രൂഷയ്ക്ക് കുറവ് വന്നില്ല. ഞങ്ങൾ വരുമ്പോൾ 11 വീട്ടുകാരേ ഉള്ളായിരുന്നു. 2 വർഷത്തിനുള്ളിൽ ആ ചർച്ചിൽ 11 വീട്ടുകാരെന്നുള്ളത് 65 വീട്ടുകാരായി. അതിനുശേഷം അത് ഒരു സമയത്ത് ഒരു 100-110 വീട്ടുകാർ വരെയുള്ള ഒരു 425 പേര് ആരാധനയ്ക്ക് കൂടുന്ന ഒരു നല്ല ചർച്ചയായിട്ട് അത് ഗ്രോ ചെയ്യാനിടയായി. പാസ്റ്റർ എം സി എബ്രഹാമിനെ ഞാൻ കുറ്റം പറയുകയല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിലനുസരിച്ച് പോയിരുന്നെങ്കിൽ അങ്ങനെ ആ ചർച്ച വളരുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാളം സർവീസ് ഇവിടെ പല ചർച്ചുകൾ മലയാളം സർവീസ് നടത്തുന്നവരുണ്ട്. ആ വന്ന മിക്കവാറും ആൾക്കാരൊക്കെ മറ്റ് ചർച്ചുകളിൽ പോയേനെ. ഇത് ഇംഗ്ലീഷ് സർവീസായിട്ട് പോയിരുന്നെങ്കിൽ മറ്റ് ചർച്ചുകളിൽ പോയേനെ. ഞങ്ങളുടെ ചർച്ചിൽ വളരെ ധാരാളം പാസ്റ്റർമാരും ഏതെങ്കിലും ഒരു പാസ്റ്റർ വന്നാൽ നിശ്ചയമായിട്ടും അദ്ദേഹം എം സി എബ്രഹാം പാസ്റ്റർ അല്ലെങ്കിൽ തന്നെ ഞാൻ ആ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുകയോ സങ്കീർത്തനം വായിക്കാനോ ഏതെങ്കിലും നിലയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും, ഉൾക്കൊള്ളും. അവരൊരു അധികപ്പറ്റല്ലെന്നുള്ള ഒരു ചിന്ത അവർക്ക് അതിൻ്റെ ഒരു ചർച്ചിൻ്റെ ഭാഗമാണെന്നുള്ള ഒരു
അപ്പം കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഈ ഇത്രയും പാസ്റ്റർമാരിവിടെ വരാൻ കാരണക്കാരൻ ഞാനാ, അതുകൊണ്ട് ആർക്കും അവസരമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇതുമായിരുന്നു. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പാസ്റ്ററാണ് വന്നതെങ്കിൽ നിശ്ചയമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉൾക്കൊള്ളും. ഏതെങ്കിലും ഇട ദിവസങ്ങളെ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ ദൈവത്തിന് സംസാരിക്കാനോ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഉൾക്കൊള്ളുമായിരുന്നു. ഓക്കെ, അപ്പം പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഈ പിന്നെ പിസിനാക്കിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അതൊന്ന് പറഞ്ഞേ, ഏറ്റവും വലിയൊരു പിസിനാക്ക് സംഘടിപ്പിച്ചതിനെ കുറിച്ച്. ഓക്കെ, അത് ആക്ച്വലി ഞാൻ ഇവിടെ പിസിനാക്ക് അതുവരെ 2000 വർഷത്തിന് മുമ്പേ ഇവിടെ പെൻസിൽവേനിയ നടന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് ഒരു മീറ്റിംഗ് ചെയ്തു ഇവിടെ കൂടി. ആ മീറ്റിംഗ് ഞാൻ ആക്ച്വലി പോകാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ഞാൻ അവിടെ വേറെ ഏതോ ഒരു കാരണം കൊണ്ടോ എന്തുകൊണ്ടോ ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അവിടെ എങ്ങനെയോ അവിടെ ചെന്നു, വേറെ ആരെ റൈഡ് കൊടുത്തോ മറ്റോ എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഞാൻ ചെന്ന് ഇങ്ങനെ അന്ന് അവിടുത്തെ ചിന്താ മീറ്റിങ്ങിൽ പ്രാർത്ഥനയൊക്കെ കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ നമുക്ക് കോൺഫറൻസ് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടിയാണ് ഈ മീറ്റിംഗ് എന്ന് അവിടെ പറഞ്ഞു. അന്നേരമാണ് ആക്ച്വലി ഞാനത് അറിയുന്നത്. അപ്പം ഞാൻ നല്ല കാര്യമാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, പാസ്റ്റർ ചെറിയാൻ കുറേ വർഷങ്ങളായിട്ട് പുള്ളി അതിൻ്റെ ചുമതല എടുക്കണം എന്നുള്ള നിലയിലാണ് ഇവിടെയുള്ള പലരും താല്പര്യപ്പെട്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ ചെറിയാൻ അങ്ങനെ അതിൻ്റെ കൺവീനറായിട്ടിരിക്കണം, എല്ലാവരുടെയും താല്പര്യം അതാണ് എന്ന് പറഞ്ഞെന്നെ പുള്ളി പറഞ്ഞു, അല്ല, എനിക്ക് ചില പ്രത്യേക എൻ്റെ ഫാദർ സൗഖ്യമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കതൊക്കെ ചുമതല എടുക്കാനൊക്കത്തില്ല. അപ്പം ഞങ്ങൾ അത് അല്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കംപ്ലീറ്റും അത് മാറി. അതിനുശേഷം പുള്ളി എടുക്കത്തില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാസ്റ്റർ ബേബി ഡാനിയൽ എന്ന ചുമതല എടുക്കണമെന്ന് പറഞ്ഞു. പുള്ളി എടുക്കല്. അപ്പം അങ്ങനെ 2-3 പേരെ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഇവിടെയുള്ള സീനിയർ പാസ്റ്റർമാരാരും അവരെല്ലാം ഒഴിഞ്ഞു മാറിയ ഒരു സ്ഥാനത്ത് അപ്പം വേറെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പം ആക്ച്വലി എനിക്കത് ഞാൻ ക്വാളിഫൈഡ് അല്ലെന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. കാരണം ഞാൻ ചർച്ചിൻ്റെ പാസ്റ്റർ അല്ലല്ലോ, MC എബ്രഹാം പാസ്റ്ററാണ് ഒഫീഷ്യൽ പാസ്റ്റർ. അപ്പം ഞാൻ വേറെ ആരും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്നിങ്ങനെ ഇങ്ങനെ ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊന്ന് പാസ്റ്റർ ഗീവറിഷ് ചാക്കോ ആണെന്ന് തോന്നുന്നു പറഞ്ഞു, ഞാൻ പാസ്റ്റർ ജോർജ് മാത്യു ആ കാര്യം ചുമതല എടുത്താൽ എന്താ എന്നിങ്ങനെ ചോദിച്ചു. അന്നേരം ചെറിയാൻ പാസ്റ്റർ എൻ്റെ തൊട്ട് മുന്നിലായിരുന്നു. അദ്ദേഹം തിരിഞ്ഞ് പറഞ്ഞു, പാസ്റ്റർ അത് എടുക്കുക എന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. ബേബി ഡാനിയൽ പാസ്റ്ററും അവരെല്ലാം ആ കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചു എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊരു വലിയ ചുമതലയാണ്, ഞാൻ ഇപ്പോൾ ഏതായാലും യേസോർനോ പറയുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് തീരുമാനിച്ച് പറയാം എന്ന് പറഞ്ഞ് ഞാൻ അതിന് ശേഷം 2-3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്കതിനൊരു ഗൈഡൻസ് തന്നു. അതിന് ശേഷമാണ് അപ്പോൾ എന്നിട്ട് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ ഒരു മനുഷ്യനോട് പോലും ഞാനിങ്ങനെ പെൻസിൽവേനിയയിൽ കോൺഫറൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നെ അവർ കൺവീനറായിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരു മനുഷ്യനോടും പറയുകയില്ല. ഇങ്ങനെ കോൺഫറൻസ് ഇവിടെ പെൻസിൽവേനിയ ഇതൊന്നും ഞാൻ പറയത്തില്ല. ദൈവഹിതമാണെങ്കിൽ ദൈവം അതെനിക്ക് അത് സാധ്യമാക്കി തരുന്നെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ എന്നുള്ളതായിരുന്നു ഈ ഗദിയോൻ ദൈവസന്നിധിയിൽ വെച്ചോ അടയാളം പോലെ ഞാൻ ഇത് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആ കോൺഫറൻസ് കാലിഫോർണിയയിലായിരുന്നു. അതിൻ്റെ 2 വർഷം മുമ്പുള്ള 2021 പാസ്റ്റർ ജോൺ തോമസ് നടത്തിയ കൺവീനറായിട്ട് നടത്തിയ മീറ്റിംഗ് വെച്ചാണ് ഈ 2003 തീരുമാനിച്ചത്. അവിടെ ഞാനൊരു കാര്യവും അവിടെ എഴുന്നേറ്റ് പറയുകയോ ഒന്നും ചെയ്തില്ല. മറ്റാരോ സജസ്റ്റ് ചെയ്തു പെൻസിൽവേനിയ വേണം, ഡാളസ്, പിന്നെ ന്യൂയോർക്ക്, ഈ 3 പെൻസിൽവേനിയ, ഈ 3 സ്ഥലങ്ങളും ഒരുപോലെ ആവശ്യപ്പെട്ടു വന്നു. ന്യൂയോർക്കുകാരൻ അവിടെ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. കാരണം കാലിഫോർണിയയിലധികം ആൾക്കാരില്ല. ന്യൂയോർക്കിൽ നിന്നുള്ളവർക്ക് അന്ന് $200 ടിക്കറ്റ് കിട്ടുമായിരുന്നു. ഒരുപാട് പേര് ആൾക്കാർ വന്നു. അപ്പം ആക്ച്വലി അവരുടെ വോട്ടിട്ടാൽ അവർക്കാണ് കിട്ടേണ്ടത്. അപ്പം ഡാളസുകാർ പറഞ്ഞു പെൻസിൽവേനിയയ്ക്ക് വേണ്ടി ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂയോർക്കുകാരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും മിക്കവാറും എല്ലാവരും
പെൻസിൽവേനിയയ്ക്ക് ഓരോ വോട്ട് കൗണ്ട് ചെയ്ത്, മനസ്സിലായി, വോട്ട് ഇങ്ങനെ തല എണ്ണി വോട്ട് കൗണ്ട് ചെയ്താണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പെൻസിൽവേനിയയ്ക്കാണെന്നും പറഞ്ഞ് അങ്ങനെയാണ് പെൻസിൽവേനിയയിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും തീരുമാനിച്ചോ ആഗ്രഹിച്ചോ കാര്യമല്ല, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ കാര്യങ്ങൾ ഇവിടുത്തെ തീരുമാനമായി. അതിനുശേഷം പ്രാസംഗികരെ ചിന്തിക്കുന്നതിൽ 2 പേരാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, 2 അല്ല 3 പേര്. ഒന്ന് ഡോക്ടർ യോങ്കിച്ചോ ആയിരുന്നു, വേറൊന്ന് റെയ്നാഡ് ബോങ്കെ ആയിരുന്നു, പിന്നെ ഒന്ന് ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റിൻ്റെ റിച്ചാർഡ് വുംബ്രാൻഡ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ബാക്കിയുള്ള ഈ 2 പേരെ ഞാൻ പേഴ്സണലായിട്ട് പോയി മീറ്റ് ചെയ്ത്, റെയ്നാഡ് ബോങ്കെയാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫ്ലോറിഡയിലുള്ള അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി, ഒരു തോമസ് എന്ന ലാസ്റ്റ് നെയിം ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട്. അതിനുശേഷമാണ് യോങ്കിച്ചോയെ മീറ്റ് ചെയ്യുന്നതും. അദ്ദേഹം ആദ്യം റിഫ്യൂസ് ചെയ്തു. ഞാൻ അമേരിക്കയിലെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് ഞാൻ വരത്തില്ലെന്ന്, ഞാൻ പൂനായി പോയ അദ്ദേഹത്തെ മീറ്റ് ചെയ്ത്. പൂനായി പോയി പാസ്റ്റർ പാപ്പി മത്തായിയുടെ ത്രൂയിൽ കൂടെ പാസ്റ്റർ ഡി മോഹൻ ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഞാൻ ഒരുമിച്ചൊരു ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ അമേരിക്കയിൽ നിന്ന് വന്നാണ്, നോ ഐ എം നോട്ട് ടേക്കിംഗ് എനി മോർ മീറ്റിങ്സ് ഇൻ അമേരിക്ക എന്നും പറഞ്ഞ് പുള്ളി ഇത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനത് വിടാൻ, കാരണം ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒറ്റ ദിവസത്തേക്കാണ് ഞാൻ പൂനെയിലേക്ക് പോയത്. അദ്ദേഹത്തെ കാണുക, തിരിച്ച് അടുത്ത ഫ്ലൈറ്റിൽ കയറി പോരുക, ഇതിനു വേണ്ടി മാത്രം പോയത്. അപ്പം ദൈവം എനിക്കൊരു ഗൈഡൻസ് എന്നനുസരിച്ച് ഞാൻ പോയത്. അപ്പോൾ ഇദ്ദേഹം ഇത് നോ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ നോ പറഞ്ഞില്ല, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ പെൻസിൽവേനിയ ഇത് ഇന്ത്യക്കാരുടെയാണ്. അപ്പോൾ അന്ന് പുള്ളിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സബ്ജക്റ്റാണ്. ഒരേ സബ്ജക്റ്റിന് വേണ്ടി ദീർഘകൊണ്ട് പ്രാർത്ഥിക്കുക, ദർശനം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനത് തന്നെ പറഞ്ഞു. ഞാൻ പാസ്റ്റർ യോങ്കിച്ചോ അമേരിക്കയിൽ ഞങ്ങളുടെ കോൺഫറൻസ് വന്ന് പ്രസംഗിക്കുന്ന, ഞാൻ ഇങ്ങനെ ദർശനത്തിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് ഞാൻ പറഞ്ഞു, പാസ്റ്റർക്ക് ഉള്ള യാത്രയ്ക്കും താമസത്തിനുള്ള ക്രമീകരണം ഞങ്ങൾ ഓൾറെഡി ചെയ്തിരിക്കുകയാണ്. പാസ്റ്ററുടെ ടീം വരുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ടീമെല്ലാം ഇൻവിറ്റേഷനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനത് മേശപ്പുറത്ത് വെച്ച് അതെല്ലാം പ്രിപ്പയർ ചെയ്താണ് പോയത്. എല്ലാം പ്രിപ്പയർ ചെയ്ത്, ഈവൻ യാത്ര 2 വർഷം കഴിഞ്ഞ് പുള്ളിക്ക് യാത്രയ്ക്കുള്ളതും പുള്ളിയുടെ ടീമിന് താമസിക്കാനുള്ള ക്രമീകരണം വരെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള 2 ലെറ്ററും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പം പുള്ളി ഇതെല്ലാം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, യുവർ ഫെയ്ത്ത് ഈസ് ടു ബിഗ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാനേജർ, ഈ പ്രോഗ്രാം മാനേജറുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വലിയ മില്യനെയറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും പോകുന്ന അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ ലെറ്റർ പാസ്റ്റർ മാത്യുവിൻ്റെ കയ്യിൽ നിന്ന് വായിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അതെല്ലാം വായിച്ചേച്ച്, പുള്ളി അങ്ങോട്ട് മാറിയിരുന്നതെല്ലാം വായിച്ചേച്ച് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളന്നേരം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോണ്ട് വറി, ഐ വിൽ മേക്ക് ഇറ്റ് പോസിബിൾ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പോയെ. അപ്പോൾ അന്ന് പാസ്റ്റർ ഡി മോഹൻ അതുവരെ എന്നോട് പറഞ്ഞത് പുള്ളിക്ക് അന്ന് വേറെ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. ഈ യോങ്കിച്ചോ ഓൾമോസ്റ്റ് കൺഫേം ചെയ്തപ്പം പാസ്റ്റർ ഡി മോഹനും പറഞ്ഞ് ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതിനുശേഷം പാസ്റ്റർ യോങ്കിച്ചോ കൊറിയയിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമെയിൽ വന്നു, ഇത് ഇവിടുത്തെ പ്രോഗ്രാം കൺഫേം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി. എന്നിട്ട് 3 മീറ്റിംഗ് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, വിൽ അറേഞ്ച്. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. അതുപോലെയാണ് ഈ ഗ്രഹാം സ്റ്റേറ്റ്സിൻ്റെ വൈഫ്, അവർ ഒറീസയിലായിരുന്നു, ഗ്ലാഡിയസ്. അപ്പം അവരെയും കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു മനസ്സിൽ വലിയൊരു താല്പര്യമാണ്. അവരുടെ ഫോൺ നമ്പർ ഞാൻ പലരെ നോർത്ത് ഇന്ത്യയിൽ എനിക്കറിയാവുന്ന കേരളത്തിലൊക്കെ ഉള്ളവർ പലരെ ഞാൻ കോൺടാക്ട് ചെയ്ത് അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ ഇന്ത്യയിലെ ഈ എക്സ്ചേഞ്ചുകളുടെ ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ലിസ്റ്റ് ഉണ്ടെന്ന്.
അന്ന് ഇതിനകത്ത് ഈ എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റിനകത്ത് ഒരു 10, 100, 150, 200 ഒക്കെ ആൾക്കാരേ ഉള്ളൂ ഈ നോർത്ത് ഇന്ത്യയിലെ ഓരോ ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ. അങ്ങനെയുള്ള ഒറീസയിലും അതിന് ചുറ്റുമുള്ള എല്ലാ എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റ് ഞാനിങ്ങനെ റിവ്യൂ ചെയ്തപ്പോൾ ഒരു ക്രിസ്ത്യൻ നെയിം ഞാൻ അതിനകത്ത് നോട്ട് ചെയ്തു. ബാരിപ്പടയല്ല, ഇത് വേറെ ഒറീസയിൽ തന്നെ വേറൊരു എക്സ്ചേഞ്ചിലെ ഒരു ക്രിസ്ത്യൻ നെയിം കണ്ട അതിനകത്ത്. ഞാൻ ആ നമ്പർ വെച്ച് വിളിച്ചു. ആ നമ്പർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഐ വാസ് ട്രൈങ് ടു കോണ്ടാക്ട് ഗ്ലാഡിസ് സ്റ്റെയിൻസ്. ഓ നോ, വി ആർ ഫാർ അവേ. ഞാൻ ചോദിച്ചു ഹൗ യു ക്യാൻ ഹെൽപ്പ് മീ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, ഐ നോ വൺ പേഴ്സൺ, വൺ തമിഴ് പേഴ്സൺ ഇൻ ദാറ്റ് ടൗൺ, ഹീ മേ നോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പുള്ളിയുടെ നമ്പർ വന്നു. ആ തമിഴ് മനുഷ്യനെ ഞാൻ വിളിച്ചു, വിൻസെൻ്റ് എന്നോ അങ്ങനെ കണ്ട ഒരു പേരാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഗ്ലാഡി സ്റ്റെയിൻസിൻ്റെ. ഓ ആൻറ്റി, ഐ നോ ഹെർ, ഷീ ഈസ് ഓൺ in Australia now. She will be back within 10 days or the next weekend she will be back എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചെണ്ണെ എന്നിട്ട് അവിടെ പോയി ആ മനുഷ്യൻ അവരുടെ വീട്ടിൽ പോയി, ഇതുപോലെ അമേരിക്കയിൽ നിന്നൊരു കോളാണ്, ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ നമ്പർ ആ മനുഷ്യൻ്റെ കൊടുത്തിട്ട് പുള്ളി എന്നെ, ഞാൻ പിന്നെ രണ്ടാം വിളിച്ച് ആ നമ്പർ എടുത്ത് അങ്ങനെയാണ് ഞാൻ ഗ്ലാഡിസിനെ വിളിക്കുന്നത്. വിളിച്ചെണ്ണെ അവർ പറഞ്ഞു എന്ത് ചെയ്താൽ, ഈ യോങ്കിച്ചോയുടെ കാര്യം പറഞ്ഞല്ലോ, എന്ത് ചെയ്താൽ അവർ വരത്തില്ല. കാരണം എസ്തർ അന്ന് 12th ഗ്രേഡിൽ പഠിക്കാൻ കയറുന്നേ ഉള്ളൂ. 11th കഴിഞ്ഞു, 12th ഗ്രേഡിൽ ക്ലാസ് തുടങ്ങുന്നില്ല ആ സമയത്ത്. അപ്പം പറഞ്ഞു വി ആർ നോട്ട് പ്ലാനിങ് ഫോർ എനി ട്രിപ്പ്. Our daughter is going to be on the 12th grade, so this is not a good time for us to travel. We are focusing on her education. She's going for medical program, programിന് പോകാനാ. So we are not planning any trip. എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തെ കംപ്ലീറ്റ് അങ്ങ് റിഫ്യൂസ് ചെയ്തു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു പ്രേ അബൌട്ട് ഇറ്റ്, വി ആർ പ്രേയിങ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ച് അന്നേരം പുള്ളിക്കാരത്തി പറഞ്ഞു നോ, വി ആർ നോട്ട് പ്ലാനിങ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാവൽ. ഞാൻ പറഞ്ഞു ട്രാവലെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം, ടിക്കറ്റ് ഓൾ യുവർ. ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചാണ് ഞാൻ അവരെ അറേഞ്ച് ചെയ്ത്. അവർക്ക് ലണ്ടനിൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ ഹോട്ടൽ അക്കോമഡേഷൻ ആൻഡ് ടിക്കറ്റ് എവറിത്തിങ് ഫോർ ലണ്ടൻ. എല്ലാം പറഞ്ഞ് സമ്മതിച്ചാണ് അവർ വന്നത്. പക്ഷെ അവരെ കാണാനാണ് ശരിക്കും ജനം. ഒന്ന് ഞങ്ങളുടെ കൂടെ 2 ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. അതിനുശേഷമാണ് 2 ദിവസം നേരത്തെ ഞങ്ങൾ കോൺഫറൻസ് സെൻറ്ററിൽ പോയി താമസിച്ച്. സോ അവർ വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. എന്നിട്ട് ഒരു ശനിയാഴ്ച പകലത്തെ ഹോൾ മോർണിംഗ് സെഷൻ ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ തടസ്സങ്ങളും അത് എങ്ങനെ അതിജീവിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സെമിനാറായിരുന്നു. ആ ഫുൾ ടൈം പുള്ളിക്കാരത്തേക്ക് മെസ്സേജിന് ടൈം കൊടുത്തു. ഒരു നല്ല ഇതായിരുന്നു. അതിനുശേഷം ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി പണിയെന്നുള്ളത്. അതിന് സ്ഥലം എങ്ങാണ്ട് ആരും ഡൊണേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ ആ ബിൽഡിംഗ് പണിയാനും ഒന്നുമുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം ഞാൻ ആ സെമിനാറിന് പറഞ്ഞ് ഞങ്ങൾക്ക് അതിനുവേണ്ടി ഞാനൊരു പ്രത്യേക ഓഫറിങ് കണ്ടക്ട് ചെയ്തു. അതിനുവേണ്ടി 25 ലക്ഷം രൂപ, 25 അല്ല, ഏകദേശം ഒരു അന്നൊരു ലിയാന സിങ്ക്വാൻറ്റെ എന്നും പറഞ്ഞൊരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരത്തെയും സമയം എടുത്തായിരുന്നു. അപ്പോൾ അവർക്കൊരു $10,000 കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള 25 ലക്ഷം രൂപ ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മെമ്മോറിയൽ ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടി കൊടുത്തു. ആ പൈസ കൊണ്ട് ഹോസ്പിറ്റൽ പണിതു. അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് അത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ഇവിടുത്തെ സ്തോത്രാഴ്ച കൊണ്ട് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനിടയായി. അതൊരു വണ്ടർ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അത് സംഭവം കേട്ടോ. ഓക്കെ, പിസ്നാക്കിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് അത് സത്യത്തിൽ. അതിനുശേഷം ഞങ്ങൾ 9 ചർച്ച് ഹോളും 4 പേർക്ക് ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്കൊക്കെ വന്ന വീടില്ലാതെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടും ഇങ്ങനെ വീടൊന്നും ഇല്ലാതെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു 4 പേർക്ക് വീടും 9 ആരാധന ഹോളും ഇവിടുത്തെ പൈസ അധികം വന്നുകൊണ്ട്
ഞങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു. ഓ ശരി. ഓക്കെ. ഈ ഗ്രഹാം സ്റ്റെയിൻസുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ട്? അതിനുശേഷം ഞാൻ പല പ്രാവശ്യം അവർക്ക് ഇമെയിൽ അയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പുള്ളിക്കാരത്തി വളരെ ഒരു അത്ര ഇൻട്രസ്റ്റഡ് അല്ല. കാരണം ഇവിടെ ഒരു പ്രാവശ്യം ന്യൂയോർക്ക് വന്ന സമയത്ത് എനിക്ക് ഇമെയിൽ അയച്ചായിരുന്നു, ഞാൻ ന്യൂയോർക്ക് വരുന്നുണ്ട്, പക്ഷേ ഒരു ദിവസമോ 2 ദിവസമേ ഉള്ളൂ, കാണാൻ സമയമില്ല എന്നും പറഞ്ഞ് എനിക്ക് ഒരു മെയിൽ ഇത് ചെയ്തായിരുന്നു. ഓക്കെ. എനിവേ അതൊരു വലിയ കാര്യമാണ്. കാരണം മലയാളി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒറീസയിലെ ബാരിപ്പടയിൽ ഒരു കുഷ്ഠരോഗ ആശുപത്രി ബിൽഡിംഗ് പണിയാൻ സാധിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കോൺഫറൻസിൽ കൂടെ വേറൊരു വലിയ കാര്യം കൂടെ സാധിച്ചു. അതിനു മുമ്പ് ഒക്കലോഹമായി നടന്ന കോൺഫറൻസിൽ പാസ്റ്റർ റിച്ചാർഡ്, അദ്ദേഹത്തിന് വലിയ കടബാധ്യതയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട് മോർഗേജ് എടുത്താണ് അതിൻ്റെ കൊടുത്ത് അതിങ്ങനെ മാസം തോറും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ. അതിനുശേഷം പുള്ളി അദ്ദേഹം പല സ്റ്റേറ്റുകളിലൊക്കെ യാത്ര ചെയ്ത് കുറച്ച് പൈസ അതിനകത്ത് കളക്ട് ചെയ്തു. ഏകദേശം ഒടുവിൽ പിന്നെ ഇവിടുത്തെ കോൺഫറൻസ് കഴിഞ്ഞപ്പം കുറച്ച് പൈസ ആദ്യം വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇതുപോലെ എത്ര പൈസ ഉണ്ടെന്ന്. ചെറിയൊരു സംഭാവന ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം പുള്ളി 1000 എങ്ങാനും പ്രതീക്ഷിച്ച് കാണത്തുള്ളായിരിക്കും. അതുകൊണ്ട് പുള്ളി കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര പൈസ ബാലൻസ് വരും, ആദ്യം എനിക്കറിയത്തില്ല, അത് ബാങ്ക് ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് അറിയണം എത്ര പൈസ ബാലൻസ് ഉണ്ട്, അതനുസരിച്ച് ഞാൻ സംഭാവന തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന തുകയെക്കുറിച്ച് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളി എന്നിട്ട് 16,900 അതുപോലെ ഓൾമോസ്റ്റ് $17,000 അടുത്ത ബാധ്യത അന്ന് പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളിയുടെ വൈഫിൻ്റെ പൈസ കിട്ടുന്ന ഇൻകം കൊണ്ടും വീടിന് മോർഗേജൊക്കെ അടച്ച് ഇങ്ങനെ രണ്ടാമത്തെ ലോൺ ഇങ്ങനെ അടയ്ക്കായിരുന്നു. ആ എത്ര ബാലൻസ് പുള്ളി അതിന് സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തന്നു. അതിനുള്ള ചെക്ക് ഫുൾ എമൗണ്ട് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തു. പുള്ളിയുടെ കടം വീട്ടി പുള്ളിക്ക് വലിയ സന്തോഷം. പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അത്രയും പൈസ കൊടുക്കുമെന്നുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ അവിടെ ഇങ്ങനെ ഓരോ കോൺഫറൻസിലും ഞങ്ങൾക്കത് കടമാണ്, ഞങ്ങൾക്ക് സഹായിക്കണം, ഇങ്ങനൊന്നും പറയേണ്ടി വന്നില്ല. ദൈവകൃപയാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മാന്യമായിട്ട് എല്ലാവരും വന്നവരെ സ്വീകരിക്കാനിടയായി. പാസ്റ്റർ KC ജോണ് ഞാൻ ഈ കോൺഫറൻസ് കഴിഞ്ഞപ്പം തന്നെ ഇവിടുത്തെ കാലിഫോർണിയ നടന്ന കോൺഫറൻസ് വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോഴേ ഇവിടാണ് എന്ന് തീരുമാനിച്ച് അവിടെ വെച്ച് തന്നെ ഞാൻ അദ്ദേഹത്തിന് പ്രോഗ്രാം കൊടുത്തു. പാസ്റ്റർ ആയിരിക്കും ഒരു പ്രാസിങ്ങിനെന്ന് പുള്ളിയോട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പാസ്റ്റർ VC ഇട്ടി, അദ്ദേഹം മരിച്ചുപോയി, പുള്ളിക്ക് വരാൻ പറ്റും. ഇവരോട് 2 പേരോടും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പാസ്റ്റർ VC ഇട്ടി അതിനുശേഷം ബോംബെ വെച്ച് പുള്ളി ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പക്ഷേ KC ജോൺ പാസ്റ്റർ വന്നു, പാസ്റ്റർ D മോഹൻ, പാസ്റ്റർ യോങ്കിച്ചോ, ഗ്ലാഡി സ്റ്റെയിൻസ്, ഇങ്ങനെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ മലയാളി പെന്തിക്കോസ്റ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സമ്മേളനമെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഈ നമ്മൾ വേറൊരു കാര്യം ഞാൻ എപ്പോഴും ഈ പിസ്നാക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, ഈ മലയാളികൾ കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ ഒന്നിച്ച് പങ്കെടുക്കുന്ന വിശ്വാസികളല്ല, പെന്തിക്കോസ്തുകാരല്ല, ക്രിസ്ത്യാനികളല്ല, ഏറ്റവും കൂടുതൽ മലയാളികൾ ഒന്നിച്ച് പങ്കെടുക്കുന്ന സമ്മേളനം പിസ്നാക്ക്. അതൊരു വലിയ വലിയ കാര്യമാണ്. പണ്ടൊരു പ്രാവശ്യം 95 കോൺഫറൻസിൻ്റെ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നായനാരും മന്ത്രി PJ ജോസഫും കൂടെ അമേരിക്കയിൽ ആ സമയത്തുണ്ടായിരുന്നു. അവർ ചിക്കാഗോ വെച്ച് ആരോ പറഞ്ഞിങ്ങനെ ഡാളസിൽ ഇതുപോലെ മലയാളിയുടെ ഒരു വലിയ കോൺഫറൻസ് നടക്കുന്നുണ്ട്, 10,000-7,000 പേര് കൂടുന്ന ഒരു കോൺഫറൻസ് ആണെന്ന് പറഞ്ഞിട്ട് നായനാർ പറഞ്ഞു, PJ ജോസഫിനോട് പറയാം, ഇവിടെ നമുക്കും പോകാം, മലയാളികൾ ഇത്രയും കൂടുന്ന ആൾക്കാർ അമേരിക്കയിൽ വന്ന് 2-3 മലയാളികളെ കണ്ടുകൊണ്ടിരിക്കാതെ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ സമയത്ത് ഈ പെന്തക്കോസ്റ്റ് കോൺഫറൻസിന് മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു നായനാരെ കൊണ്ടുവരുന്നത് ഒരു വലിയ കോൺട്രവേഴ്സി ആകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ സംസാരിച്ചവരതിന് താല്പര്യപ്പെട്ടില്ല. പക്ഷെ PJ ജോസഫ് വന്നു. PJ ജോസഫ് വന്ന് 2-3 മലയാളം പാട്ടൊക്കെ പാടി നല്ല പുള്ളി. പിന്നെ അന്നത്തെ ഈ ഹൗസിങ്ങിൻ്റെ ഒരു പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു.
അതൊരു വലിയ കാര്യമാണ്. Yeah. എനിവേ പിന്നെ ആ കോൺഫറൻസ് നടത്തുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു മെഗാ ഇവൻ്റ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ സാധിച്ചു അത് അത്രയും ക്രമീകൃതമായിട്ട് അറേഞ്ച് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാനായിട്ട്? അത് ഒരു ടീം വർക്കായിട്ട് ചെയ്തു. ഇവിടെ ഫിലഡൽഫിയയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 300-320 പേരെ സംഘടിപ്പിച്ചു. എല്ലാ കാര്യത്തിനും ഇവിടെ അതിന് ഞാൻ കുറച്ച് ദൈവം എനിക്ക് പ്രത്യേക ആലോചന തന്നു. ഇവിടെ 40 ദിവസം ഈ കോൺഫറൻസിൻ്റെ മുമ്പുള്ള 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി. അപ്പം ഞാനിവിടെയുള്ള പല പാസ്റ്റർമാരോട് സംസാരിച്ച് നമുക്കിങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുന്നതിനെക്കുറിച്ച് അന്നേരം എന്നോട് ഒരൊറ്റ മനുഷ്യൻ പോലും അതിന് അനുകൂലമായിരുന്നില്ല, എൻകറേജ് ചെയ്തില്ല. അന്ന് ആരും വരത്തില്ല, 40 ദിവസമൊക്കെ ആരാ വരുന്നത്, ചർച്ചിൽ പോലും 3 ദിവസം വെച്ച് ആരും വരത്തില്ല, ഉപവാസ പ്രാർത്ഥനയാണെന്ന് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ ഇത് പാസ്റ്റർ ബേബി ഡാനിയനോട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു അവരുടെ ചർച്ച് തരാം, കുഴപ്പമില്ല, നടത്തിക്കോ മീറ്റിംഗ്. അങ്ങനെ 40 ദിവസം പ്രാർത്ഥന നടത്തി. അതിൽ 200-150 എല്ലാ ദിവസവും ഒന്നും അത്രയും വരത്തില്ല, പക്ഷേ വീക്കെൻഡിലൊക്കെ നല്ലൊരു ആൾക്കാർ വളരെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഒടുവിലത്തെ 10 ദിവസം ഈ നമുക്ക് കോൺഫറൻസിന് പ്രോഗ്രാം കൊടുക്കാൻ സാധിക്കാതെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ അവസരം കൊടുത്തു. അതിനകത്തൊക്കെ 300-400-500 പേരൊക്കെ വരുമായിരുന്നു ഈ 10 ദിവസത്തെ ഒടുവിലത്തെ 10 ദിവസം. തീരുന്ന 40ാമത്തെ ദിവസം, അതായത് കോൺഫറൻസിൻ്റെ തലേ ദിവസം, ഇവിടെ നിന്നുള്ള സകല ലോക്കൽ വോളണ്ടിയേഴ്സിനും അവർക്ക് ഫാമിലിയായിട്ട് എൻ്റെ ചിലവിൽ അല്ലെങ്കിൽ കോൺഫറൻസിൻ്റെ ചിലവിൽ റൂമും ഫുഡും കൊടുക്കുമെന്ന് പറഞ്ഞു. അതായത് തലേ ദിവസം, അതായത് വ്യാഴാഴ്ച തുടങ്ങുന്നത്, ബുധനാഴ്ച വൈകിട്ട് ഞങ്ങൾ 850 പേർക്ക് ഫുഡ് അവിടെ പ്രൊവൈഡ് ചെയ്തു. കോൺഫറൻസിൻ്റെ അവിടെ തന്നെ. അതിനുശേഷം അവിടെ മീറ്റിങ്ങും വെച്ചു ഇത്രയും പേർക്ക് ഫുഡും കൊടുത്തു. ഏകദേശം ഒരു കോൺഫറൻസിൻ്റെ ആൾക്കാർ എൻ്റെ തലേ ദിവസം ഉണ്ടായിരുന്നു. കാരണം അത് ചെയ്തതിൻ്റെ കാരണം പിറ്റേ ദിവസം രാവിലെ മുതൽ ഈ ആൾക്കാരെല്ലാം ഇതിനു വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ എല്ലാം പോകേണ്ടിയാണ്. ഇപ്പം വീട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ലേറ്റ് ആകും. അപ്പം ഇത് കോൺഫറൻസിൻ്റെ കാര്യത്തിൽ തന്നെ അതിൻ്റെ ചിലവിൽ തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്തു. രജിസ്ട്രേഷനും വീട്ടിൽ നിന്ന് ഇത് അവരവർ ചിലവാക്കണ്ട എന്നുള്ളത് കൊണ്ട് അവർക്ക് താമസിക്കാനുള്ള റൂമും ഫാമിലിയായിട്ട് എല്ലാവർക്കും ഫുഡും അറേഞ്ച് ചെയ്ത് എല്ലാം ചെയ്തു. അതിനുശേഷം കോൺഫറൻസ് നടന്നതിന് ശേഷം ഒരു താങ്ക്സ് ഗിവിങ് സർവീസ് നടത്തി. താങ്ക്സ് ഗിവിങ് സർവീസിൽ ഏകദേശം 600 പേര് ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നും ദൂരെ നിന്നും ഹോട്ടലുകാരെ ഇതിനു വേണ്ടി ആരെല്ലാം സഹായിച്ചോ അവർക്കെല്ലാം വിളിച്ചു വരുത്തി ഒരു താങ്ക്സ് ഗിവിങ് സർവീസ് നടത്തി. ഒരു ന്യൂസ് ലെറ്ററും അടിച്ചു, താങ്ക്സ് ഗിവിങ് ന്യൂസ് ലെറ്ററും അടിച്ചു. അങ്ങനെ ദൈവകൃപയാൽ വളരെ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റി. ഇവിടെ ഉള്ള ആൾക്കാരെ ഞാൻ എല്ലാ മാസവും ഒരു ദിവസം ഈ കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാനായിട്ട് മീറ്റിംഗ് വെച്ചു. ഒരു വർഷത്തിനുള്ളിൽ ആ മീറ്റിങ്ങിനൊക്കെ 200-300-400 പേര് കൂടി വരുമായിരുന്നു. അതിൽ ഒരു ഗായക സംഘത്തെയോ അല്ലെങ്കിൽ ഒരു നല്ല പ്രാസിങ്ങിനെ വിളിക്കും. മനസ്സിലായി, ഒരു കൺവെൻഷൻ, ഒരു മിനി കൺവെൻഷൻ. അപ്പോൾ അതുകൊണ്ട് അത് നോട്ടീസ് അടിച്ച് കൊടുക്കും. വലിയ പാർട്ടിസിപ്പേഷൻ. ഇവിടെ തന്നെ ആൾക്കാർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുള്ളൊരു ഒരു ചിന്ത. എല്ലാ ചർച്ചിലും ഞാൻ പോയി വിസിറ്റ് ചെയ്ത് പേഴ്സണലായിട്ട് കണ്ട് സംസാരിച്ച് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ അതുപോലെ തന്നെ അമേരിക്കയിലുള്ള എല്ലാ പട്ടണങ്ങളിലും ഞങ്ങൾ കമ്മിറ്റിയായിട്ട് 1, 2, 3 പ്രാവശ്യം വരെ സഞ്ചരിച്ച് പോയി. അപ്പം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പുതിയ ആൾക്കാരെ പോയി കാണുകയും സംസാരിക്കുകയും സ്പോൺസേഴ്സായിട്ടും ഇങ്ങനെ ഒത്തിരി വർക്ക് ചെയ്തു. പക്ഷേ അതനുസരിച്ച് അതിനൊക്കെ റെസ്പോൺസും ഉണ്ടായി. ഓക്കെ, ഇനിയിപ്പം പിന്നെ കോൺഫറൻസ് ഇത്രയും വലിയ വിജയകരമായ ഒരു കോൺഫറൻസ് നടത്താൻ സാധിച്ചു. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ 12,000 ആളുകൾ അല്ലേ ഓരോ ദിവസവും 12,000 ആളുകൾ പങ്കെടുത്തൊരു കോൺഫറൻസ്. ഈ കോൺഫറൻസുകളുടെ ചരിത്രത്തിലെ ഇന്ന് വരെ ബ്രേക്ക് ചെയ്യപ്പെടാത്ത ഒരു ഇതാണ്. ഇനി അത് ബ്രേക്ക് ചെയ്യാൻ
സാധിക്കുമോ എന്നുള്ള നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അത് മേ ബി സാധ്യത വളരെ കുറവാണ്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ പീസിനാക് കോൺഫറൻസ് അതിന് ശേഷം നടന്നത് ഇപ്പം ഇതിനു മുമ്പ് നടന്ന ഹൂസ്റ്റണിലെ കോൺഫറൻസാണ് സെക്കൻഡ് ലാർജസ്റ്റ് കോൺഫറൻസ്. ഓക്കെ, എന്നാൽ ഈ കോൺഫറൻസുകൾ ഇപ്പോൾ 2 വർഷത്തിലൊരിക്കലാക്കി. ജോർജ് മാത്യു സാറ് ഈ വലിയൊരു കോൺഫറൻസ് നടത്തിയ ആളെന്നുള്ള നിലയിൽ അതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമുണ്ടോ? അതിൻ്റെ പിന്നിൽ ഉള്ള നല്ല കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഫാമിലി കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇപ്പോഴേ AG, ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൻ, ഇങ്ങനെ മെയിൻ 4 ചർച്ചുകളുടെ ഫാമിലി കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. ഈ ആ കോൺഫറൻസിനും ഇപ്പം ഈ വർഷത്തെ AG കോൺഫറൻസ് ആണെങ്കിൽ ഹൂസ്റ്റണില്ല. അതിന് ഞങ്ങൾ ഫാമിലിയായിട്ട് പോവുകയും അവിടെ സ്പോൺസർ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ റൂം എടുത്ത് താമസിക്കുന്നതിന് ഒരു നല്ല തുക അതിന് ചിലവാകും. പീസിനാക് കോൺഫറൻസിനും ഈ 2 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് പീസിനാക് കോൺഫറൻസ്, അതിനൊരു വലിയ തുകയാകും. ഇപ്പം ഇത് 2 കോൺഫറൻസിനും കൂടെ പോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല, എനിക്ക് അഫോർഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു നല്ല പങ്ക് ആൾക്കാർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഈ സംബന്ധിക്കുന്നതിൽ ധാരാളം പേരും സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ട് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എടുത്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഒരാൾ മാത്രം ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള ഒരാൾക്ക് ഈ 2 കോൺഫറൻസിന് പോകാമെന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓൾട്ടർനേറ്റ് ഇയറിൽ പീസിനാക്കും മറ്റേ വർഷങ്ങളിൽ ഫാമിലി കോൺഫറൻസുകൾ രണ്ടും നല്ലതാണ്. അതിൻ്റെ 2 കോൺസെപ്റ്റ് 2 വ്യത്യാസമാണ്. ആ ഓർഗനൈസേഷനിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ കാണാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കാര്യമാണ്. പീസിനാക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നുള്ളതുമാണ്. 2 ലെവലിലാണത് പോകുന്നത്. അപ്പം ഒന്നിടവിട്ടുള്ള വർഷങ്ങളിൽ നടത്തിയാൽ ഈ ഒരു കാര്യത്തിൽ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എല്ലാ വർഷവും നടത്തിയാൽ നിശ്ചയമായിട്ടും ഞാൻ പോകും, പക്ഷേ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ അവരുടെ കോൺഫറൻസ് എല്ലാ വർഷവും നടത്തുന്നുണ്ട്, AG, ചർച്ച് ഓഫ് ഗോഡും. അപ്പോൾ തന്നെ നമ്മുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് അതെന്ത് ചെയ്തു? പക്ഷേ അത് അവരും കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഈ അടുത്ത ലേറ്റസ്റ്റ് ഇത് ഞാൻ കേട്ടത് അവരും ഇതിപ്പം പാർട്ടിസിപ്പേഷൻ അങ്ങനെയുള്ള ഫാമിലി കോൺഫറൻസുകളിലും കുറഞ്ഞു വരുന്നു. പിന്നെ നടത്താൻ ആൾക്കാർ അധികം വില്ലിങ് അല്ല. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ചെറിയ ഫാമിലി കോൺഫറൻസ് ആണെന്ന് പറഞ്ഞാലും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം വലിയൊരു തലവേദനയാണ്. അപ്പോൾ അത് നടത്താനും ആൾക്കാർ അധികം പേര് മുന്നോട്ട് വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതും അധികം താമസിക്കാതെ ഒന്നിടവിട്ട വർഷങ്ങളാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ എല്ലാ വർഷവും കോൺഫറൻസ് നടത്തിയാൽ ഇപ്പം തന്നെ ഹൂസ്റ്റണിലെ കോൺഫറൻസ് നടത്തിയിട്ട് ഇപ്പം 2 വർഷമായി. ഇതൊരു വലിയ ഗ്യാപ്പാണ്, മനസ്സിലായി. ഇപ്പം എല്ലാ വർഷവും ഉണ്ടെങ്കിൽ ഇപ്പം ഈ വർഷത്തെ കോൺഫറൻസ് നടക്കുന്നതാണെങ്കിൽ അടുത്ത വർഷം അടുത്ത കോൺഫറൻസിൽ തന്നെ അടുത്ത വർഷത്തിനുള്ള കുറേ കാര്യങ്ങൾ അങ്ങ് നടക്കും. അതുപോലെ തന്നെ എൻ്റെ മനസ്സിലാകുന്നതിൽ ഞാനിപ്പോൾ അടുത്ത ഒരു വർഷമാണെങ്കിൽ അടുത്ത വർഷത്തെ കോൺഫറൻസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലാകുന്നതിൽ ഒരു ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 വർഷം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്നുള്ളതിൽ ഇപ്പം എൻ്റെ വൈഫ് കഴിഞ്ഞ ആഴ്ച പറയായിരുന്നു, ഈ 2 വർഷമായപ്പോൾ ഈ കോൺഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം തന്നെ അങ്ങ് മറന്നു പോകാമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. പിന്നെ എൻ്റെ ഒരു ചിന്തയിൽ പലരും സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ പഴയതിനെക്കാട്ടിലും മലയാളി കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് വളർന്നു. പെന്തക്കോസ്ത് സമൂഹം ഭയങ്കരമായിട്ട് വളർന്നു, സഭകൾ ഒത്തിരിയുണ്ട്. ഇപ്പം ഒരു ദേശത്ത് ഇപ്പോൾ ഫിലദൽഫിയയിൽ നടക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ ഫിലദൽഫിയ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം പങ്കെടുക്കാൻ പറ്റും. അടുത്ത കോൺഫറൻസ് ഡാളസിലാണെങ്കിൽ ഡാളസിലത്തെ എല്ലാവരും അവർക്ക് പങ്കെടുക്കാൻ പറ്റും. ദൂരെ നിന്നുള്ളവർ അധികം ചെന്നില്ലെങ്കിൽ പോലും കോൺഫറൻസ് ഭംഗിയായിട്ട് നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു സാധ്യത അതിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ആക്ച്വലി ഇപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോക അല്ലെങ്കിൽ മറ്റുള്ള സമുദായക്കാർക്കാണെങ്കിൽ 100 കാര്യങ്ങളുണ്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പല പരിപാടികളുണ്ട്, മനസ്സിലായി. അപ്പം നമുക്കാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ, ചർച്ചിലെ ഒരു കൺവെൻഷൻ, ഇത് 2 വർഷത്തിലൊരു പ്രോഗ്രാമുള്ളൂ. അപ്പം
എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ വീടും ചെറിയ ഈ ജോലിയുമായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ചില വർഷങ്ങളിൽ കൺവെൻഷൻ പോലും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം ഈ കോൺഫറൻസിന് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്ന് കാണാനും ഒരു ഫെലോഷിപ്പും ഒരു നല്ല 3-4 ദിവസം ഒരുമിച്ച് ഭക്ഷിക്കാനും ദൈവവചനം കേൾക്കാനും പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാനും ഒക്കെയുള്ള ഒരു നല്ല അവസരം. ഇപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പം ഡാളസിലൊക്കെ നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് ന്യൂയോർക്കിൽ നിന്നും പെൻസിൽവേനിയയിൽ നിന്നൊക്കെ പോകുന്നത് തീരെ കുറവാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം ഒക്കലഹോമ ഹൂസ്റ്റൺ ഉള്ളവർക്കൊക്കെ ഒന്ന് കൂടാൻ പറ്റും. അവരാരും കൂടുന്നവരാരും ഇങ്ങോട്ട് വരത്തില്ല. അത് 2 വർഷത്തിലൊരിക്കലാണെങ്കിലും അവരാരും വരത്തില്ല. 2 അല്ല 25 വർഷത്തിലൊരിക്കലായാലും അവരാരും വരത്തില്ല, വരാനൊക്കത്തില്ല. അതിങ്ങനെ വരുന്നവരല്ല, പിന്നെ അവിടെ നടക്കുന്നതുകൊണ്ട് അവർ വരുന്നതാണ് പറഞ്ഞത്. അപ്പം അവർക്കൂടെ പങ്കെടുക്കത്തക്ക നിലയിൽ ഇങ്ങനെ എല്ലാ വർഷങ്ങളിലും നടക്കുന്നതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഭംഗിയായി എല്ലാ കോൺഫറൻസിനും പങ്കെടുക്കുന്ന എല്ലാത്തിനും സംബന്ധിക്കുന്ന ഒരു വലിയ ഒരു 5% അവരിപ്പോൾ എല്ലാ വർഷം വെച്ചാലും ഒരു വർഷം 2 പ്രാവശ്യം വെച്ചാലും പോകുന്നവരാണ്, മനസ്സിലായി. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. എന്നാൽ എല്ലാ വർഷവും ഉള്ളതാണ് ഒരു വിധത്തിൽ നല്ലത്. പിന്നെ ഇങ്ങനെ എല്ലാവരെയും ഒരു ഭാരമായി തീരാതെ, പണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഈ യഹൂദന്മാരുടെ നിയമം ഈ പുറജാതികൾക്കൊരു ഭാരമായി തീരാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇത് സാമ്പത്തികമായി ഞെരുക്കം അധ്വാനിക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാ വർഷവും ഉണ്ടെങ്കിൽ നല്ലതാ എന്നുള്ള. അടുത്തൊരു വിഷയത്തിലേക്ക് വന്നാൽ, 36 വർഷമായിട്ട് അമേരിക്കയിലെ മലയാളി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കുകയും അടുത്ത എല്ലാവരുമായിട്ടും ഇടപെടുകയും ചെയ്യുന്നവരാണ്. നമുക്കൊരു സാമൂഹ്യമായ ഒത്തിരി മാറ്റങ്ങൾ അമേരിക്കൻ മലയാളി സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ച് പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ മലയാളിയുടെ അടുത്ത ഒരു ജനറേഷൻ, അടുത്ത ഒരു നിലനിൽപ്പ്, ആ ഒരു കൾച്ചറൽ നിലനിൽപ്പ് എങ്ങനെയാണ്, എന്ത് കരുതുന്നു പിന്നെ മുന്നോട്ട് പോകുമ്പോൾ? നമ്മുടെ ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അത് ചെറുപ്പക്കാരായാലും ഒരു ചെറിയ അവരുടെ ഹൃദയത്തിൽ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ഒരു പ്രതിഫലനം എപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടാകും. അതെ, മനസ്സിലായി. ഇവിടെ ജനിച്ച് വളർന്ന, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഇവിടെ നാട്ടിൽ ജനിച്ചവരാണെങ്കിൽ, ഇവിടെ ചെറുപ്പം മുതലേ വളരുന്നവരാണെങ്കിൽ അവരുടെ ചിന്താഗതിയും അവരുടെ രീതിയും വളരെ വ്യത്യാസമാണ്. ഇവിടെയുള്ള മിക്കവാറും പെന്തക്കോസ് സഭകളിൽ ഈ ചെറുപ്പക്കാർ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ജോലിയായി കഴിയുന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ താല്പര്യമനുസരിച്ചുള്ള മറ്റ് മലയാളി ചർച്ചുകളിൽ നിന്ന് മാറി അവർക്കിഷ്ടമുള്ള മറ്റ് ഇംഗ്ലീഷ് ചർച്ചുകളിലാണ് അവർ പോകുന്നത്. കുറേ പേര്, എങ്ങും പോകാത്തവരാണ് കുറേ പേര്. അതുപോലെ തന്നെ ഈ പേരൻസിൻ്റെയും അതുപോലെ തന്നെ അവരെ അറിയുന്ന അവരുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുക്കളിൽ നിന്ന് ഇച്ചിരി ദൂരെ മാറി താമസിക്കണമെന്ന് ചിന്താഗതി ഉള്ളവരാണ് ഒരു നല്ല പങ്ക് ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മലയാളി പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ, എല്ലാ ചർച്ചിലും അല്ല എന്നാൽ ഒരു നല്ല പങ്ക് ചർച്ചുകളിലും ഈ ചെറുപ്പക്കാർ ഇല്ലാതെ പോകുന്നു. ഒരു പുതിയ തലമുറ ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാർ ഇല്ലാതെ ഉള്ള സാധ്യത, അങ്ങനെ സാഹചര്യം ഇപ്പോഴുണ്ട്. പിന്നെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പം കുറേ പ്രായമായി ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്കൊന്ന് അവർ വളർന്നു വന്ന സാഹചര്യം വ്യത്യാസമായതുകൊണ്ട് ചിലപ്പം മലയാളി ചർച്ചുകളിൽ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ചെയ്തെന്ന് വരാം എന്നുള്ളതല്ലാതെ ഇവിടെ ജനിച്ച് വളർന്ന മക്കൾ അല്ലെങ്കിൽ അവരാരും തുടർന്ന് പോകത്തില്ല. അല്ലെങ്കിൽ സത്യത്തിൽ അതൊരു നമ്മൾ മറ്റ് പല സമൂഹങ്ങളിൽ നോക്കിയപ്പോൾ മർത്തോമ കമ്മ്യൂണിറ്റി അവരൊക്കെ കുറച്ചും കൂടെ ഈ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത് ഞാൻ കണ്ടപ്പോൾ ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി, പഞ്ചാബി ആണെങ്കിലും ഗുജറാത്തി ആണെങ്കിലും ഒക്കെ അവരുടെ ഇവിടെ ജനിച്ചു വളർന്ന തലമുറകൾ പോലും അവരുടെ ആ ഒരു കൾച്ചറൽ ഇതിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷെ മലയാളികൾക്ക് എന്തുണ്ടാകുന്നില്ല. മലയാളി പെന്തിക്കോസുകാർക്കേ ഉള്ളൂ അത് ഏറ്റവും കൂടുതൽ ബാധകമായിട്ടുള്ളത്. നമ്മൾ ചിന്താഗതിയും നമ്മുടെ രീതിയൊക്കെ കുറേ കൂടെ വ്യത്യാസവും കുറച്ചുകൂടെ ഓപ്പണും കുറച്ചുകൂടെ ലിബറൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം
ഉള്ള ഒരു രീതിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓർത്തഡോക്സുകാർ, മർത്തമക്കാർ അല്ലെങ്കിൽ അതുപോലുള്ള സമുദായ സഭകൾ ഉള്ളവർ അവർ വളർന്നു വരുന്നതും അവരുടെ ചിന്താഗതിയൊക്കെ കുറേ കൂടെ അവരോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്ന നിലയിലാണ് അവരുടെ ആ സിസ്റ്റം. എന്താണെന്ന് എനിക്ക് ശരിയായിട്ട് അറിയത്തില്ല. പക്ഷേ അവരുടെ സിസ്റ്റം അവരുടെ വളർന്നു വരുന്ന പിള്ളേരൊക്കെ കൂടുതലും അവരുടെ ചർച്ചുകളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികളാരും അങ്ങനെ ആ നിലയിൽ കാണുന്നില്ല. വളരെ അപൂർവമായിട്ട് വളരെ അപൂർവം.